നമസ്തേ. വർഷഫലമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ വർഷം നമുക്ക് 3 ഗ്രഹങ്ങളാണ് മാറ്റം. അതായത് ശനി മാറുന്നുണ്ട്, രാഹു മാറുന്നുണ്ട്, വ്യാഴം മാറുന്നുണ്ട്. അപ്പോൾ ഈ 2025 3 ഗ്രഹങ്ങളുടെ മാറ്റം ഓരോ നക്ഷത്രക്കാർക്ക് എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നതും നല്ലതും ഒക്കെ വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശനി 11-ലായിരുന്നു. ആ ശനി ഇപ്പോൾ 12-ലേക്ക് മാർച്ച് 29-നാണ് മാറുന്നത്. അപ്പോൾ മാർച്ച് മാസം വരയ്ക്ക് ഈ ശനി 11-ലാണ്. അത് കഴിഞ്ഞ ശനി നമുക്ക് 12-ാം ഭാവത്തിൽ വരുന്നുണ്ട്. അപ്പോൾ 12-ാം ഭാവത്തിൽ വരുന്ന ശനിയെ 7-ര ശനി സ്റ്റാർട്ട് ചെയ്തു എന്നാ പറയാം നമ്മൾ. 7-ര ശനി. അപ്പോൾ 12-ൽ ശനി, ജന്മത്തിൽ ശനി, 2-ാം ഭാവത്തിൽ ശനി, അങ്ങനെ 3 ഭാവങ്ങളിലേക്ക് ശനി വരും. ഇപ്പോൾ 12-ലാണ് വരിക. അപ്പോൾ അതാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഒരെണ്ണം. പിന്നെ വരുന്നത് രാഹുവിൻ്റെ മാറ്റമാണ്. അപ്പോൾ മീനത്തിൽ നിന്നിരുന്ന രാഹു മെയ് 18-ന് അത് പോകുന്നത് കുംഭത്തിലേക്കാണ്. അപ്പോൾ രാഹു ഒക്കെ ബാക്കിലേക്ക് പോകുന്ന ഗ്രഹമാണ്, വക്രഗതി, അത് ബാക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ മീനത്തിൽ നിന്നിരുന്ന രാഹു, അതായത് അശ്വതി നക്ഷത്രക്കാർക്ക് 12-ാം ഭാവത്തിൽ നിന്നിരുന്ന രാഹു 11-ാം ഭാവത്തിലേക്കും 11-ാം ഭാവത്തിൽ നിന്നിരുന്ന ശനി 12-ലേക്കാണ് മാറുന്നത്. അതേപോലെ 2-ാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം അത് മെയ് 14-ന് 3-ാം ഭാവത്തിൽ മിഥുനൻ രാശിയിലേക്ക് മാറുന്നുണ്ട്. അങ്ങനെ ഇത് മാറ്റം വരുമ്പോൾ നമുക്ക് ഈ ഒരു വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ചേഞ്ചിൻ്റെ ഒരു കാലഘട്ടമാണ്. ഗുണമുണ്ട് ഇതിൽ നിങ്ങൾക്ക് അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണം നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹു ശനിയുടെ ഫലം തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ രാഹു ആണ് 11-ാം ഭാവത്തിലേക്ക് പോകുന്നത്. ആ 11-ാം ഭാവത്തിലേക്ക് രാഹു പോകുമ്പോൾ നമുക്ക് 11-ൽ നിന്ന് കിട്ടുന്ന ലാഭസ്ഥാനങ്ങൾ നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ വിദേശത്തേക്ക് പോകുന്നവർക്കുണ്ടെങ്കിൽ അത് വളരെ മാറ്റങ്ങളെ ഉണ്ടാക്കും. 7-ര ശനിയുടെ കാലഘട്ടത്തിലും നമുക്ക് വിദേശ യോഗങ്ങളൊക്കെ ഉള്ളതാണ്. എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് മാറി താമസിക്കുക. അപ്പോൾ 7-ര ശനിയാണ്. അപ്പോൾ അതൊരു നല്ല ഒരു കാലത്തിലേക്ക് നമുക്ക് മാറും. അപ്പോൾ പുറത്ത് പോയാലും നല്ല ജോലിയിൽ ആദ്യമൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എന്ന് വെച്ചാൽ ശനിയല്ലേ, ശനി 12-ൽ വരുമ്പോൾ ഒരു അലസത വരും, നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. എന്നാലും നമുക്കത് നല്ലൊരു ഭാവത്തിലേക്ക് മാറാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ വിദേശഭാവം എല്ലാവരും ചിന്തിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഏറ്റവും നല്ല ഭാവത്തിലേക്ക് പോകാനായിട്ട് നമുക്ക് അശ്വതി നക്ഷത്രക്കാർക്ക് പറ്റും. പിന്നെ അത് വ്യാഴം 2-ലായിരുന്നു. 2-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ലോണോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് സാധിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ ഒരു കഴിഞ്ഞ വർഷത്തിൽ മാർച്ച് വരയ്ക്ക്. ഇതിപ്പോൾ മെയ് 14-ാം തീയതി വ്യാഴം 3-ലേക്ക് പോവാണ്. അപ്പോൾ 3-ാം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോൾ മനസ്സ് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരിക്കും. മുറവിളി കൂട്ടും എന്ന് പറയാം. മനസ്സ് മുറവിളി കൂട്ടും, അല്ലെങ്കിൽ ആലില പോലെ വിറയ്ക്കും എന്നൊക്കെയാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത്. അപ്പോൾ എന്നാലും ഇവിടെ ശനിയും നമുക്ക് ഇവിടെ രാഹുവും അശ്വതി നക്ഷത്രക്കാർക്ക് നല്ല പോലെ പിന്തുണയ്ക്കുന്നുള്ളത് കൊണ്ട് വ്യാഴത്തിനെ നന്നായിട്ട് പ്രീതിപ്പെടുത്തുക. അതായത് വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, വിഷ്ണുവിന് പറ്റത്തക്ക വഴിപാടുകൾ. 3-ൽ നിൽക്കുമ്പോൾ എപ്പോഴും ഒരു ടെൻഷൻ വരികയാണെങ്കിൽ നമ്മൾ അറിയാണ്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഒരു പിടിപ്പണം സമർപ്പിക്കുക. ഒരു മഞ്ഞപ്പട്ട് മേടിച്ച് അതിലൊരു പിടിപ്പണം സമർപ്പിക്കുക. അതിൽ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നെ വെക്കണം, അറിയാണ്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറണേ എന്ന് പറയുക. പിന്നെ ശനി 12-ൽ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ വിദേശത്താണെങ്കിലും നമ്മുടെ ഈ ദേശത്താണെങ്കിലും നമുക്ക് ആദ്യ കാലങ്ങളിൽ ഇത്തിരി ബുദ്ധിമുട്ടുകളെ ഉണ്ടാക്കും ശനീശ്വരൻ. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളെ മാറുന്നതിന് നമ്മൾ ശിവക്ഷേത്രത്തിൽ പോവുക, പിൻവിളക്ക് മൺവിളക്ക് ധാര കൊടുക്കുക. പിന്നെ കൂവളത്തിൻ്റെ ഇലയുണ്ട്, ഇത് 3 എണ്ണമായിട്ട് ഇരിക്കും കൂവളത്തിൻ്റെ ഇല. അതുകൊണ്ട് അർച്ചന, വില്ലുവാർച്ചന, അത് ക്ഷേത്രത്തിൽ ചോദിച്ചാൽ അവർക്ക് അറിയാം. അപ്പോൾ വില്ലുവാർച്ചന ചെയ്യാം. പിന്നെ രാഹു 11-ലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ രാഹു 11-ൽ വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹുവിന് നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പോയിട്ട് രാഹുവിന് പൂജ കൊടുക്കുക. ഈ രാഹു നമുക്ക് 11-ൽ വരുമ്പോൾ അതേപോലെ തന്നെ ഇവിടെ കേതുവുണ്ട്. രാഹുവും കേതുവും ഒരുമിച്ചാണ് മാറ്റം വരിക. അപ്പോൾ കേതു ഇത്ര നാൾ നമുക്ക് 6-ലായിരുന്നു. അപ്പോൾ അത് വീണ്ടും 5-ലേക്ക് വരും, ചിങ്ങൻ രാശിയിലേക്ക് വരും. അപ്പോൾ ചിങ്ങൻ രാശിയിൽ കേതു വരുമ്പോൾ ഈ കേതു എന്ന് പറഞ്ഞ ഗ്രഹം ജ്ഞാനത്തെ തരുന്നതാണ്. അപ്പം നമുക്ക് ഉപാസന അങ്ങനെയൊക്കെയുള്ളവർക്കാണെങ്കിൽ ഒത്തിരി കൂടി നന്നായിട്ട് ഉപാസന എടുക്കാം. പിന്നെ സന്താന ഭാവത്തിൽ നന്നായി ശ്രദ്ധിക്കണം. അശ്വതി നക്ഷത്രക്കാരുടെ സന്താന ഭാവങ്ങളിൽ അവർക്ക് നല്ല രീതിയിലേക്ക് എത്തിച്ചേരാനും പിന്നെ ജോലി ഇങ്ങനെ എന്താ പറയുക വാഹനാദികളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി പതുക്കെ ഒക്കെ പോകാനൊക്കെ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ കേതുവിനും രാഹുവിനും നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് പട്ടും പൂജയും കൊടുക്കുക. കേതുവിനെ കറുത്ത പട്ടും കറുത്ത ഉഴുന്നും സമർപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതിൽ തന്നെ കേതുവും നമുക്ക് നല്ലതായിട്ട് വരാനായിട്ട് സാധിക്കും.
ഇതാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ. ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഈ മാർച്ച് 29-ാം തീയതിക്ക് ശേഷം ഏഴര ശനിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ശനീശ്വരൻ ഇത്രയും നാൾ നമുക്ക് 11-ാം ഭാവത്തിലായിരുന്നു. ശനി നല്ലത് മാത്രമാണ് നമുക്ക് ചെയ്തിരുന്നത്, ലാഭസ്ഥാനാണ്. നമ്മൾ വിചാരിക്കാതെ തന്നെ നമുക്ക് ലാഭങ്ങളൊക്കെ വന്നിരുന്ന ഒരു സമയമാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഗോചരാവസ്ഥയിൽ മാത്രം, ഗോചരമാണ് നമ്മളിത് പറയുന്നത്. ഈ ഒരു വർഷം നമുക്ക് ഗോചരത്തിൽ 3 ഗ്രഹങ്ങൾ മാറുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. മെയിനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഗ്രഹനിലയിലുള്ളതനുസരിച്ചാണ് വരുന്നത്. അപ്പോൾ ഗോചരാവസ്ഥയിൽ ഇങ്ങനെ മാർച്ച് 29-ന് നമുക്ക് ഏഴര ശനി സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെ മെയ് മാസം 18-ാം തീയതി ഇവിടെ നിൽക്കുന്ന മീനത്തിൽ നിൽക്കുന്ന രാഹു കുംഭത്തിലേക്ക് വരും. അപ്പം കുംഭത്തിൽ രാഹു നിൽക്കുന്നത് നല്ലതാണ്. ലാഭസ്ഥാനത്ത് രാഹുവിന് ഏറ്റവും നല്ലൊരു ഭാവമാണ്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നല്ലെങ്കിലും ആ ശനി ആദ്യം വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം പെട്ടെന്ന് സ്റ്റോപ്പ് ആവുക, എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് നിന്ന് പിന്നെ പ്രധാന ഡോക്യുമെൻറ്റ്സൊക്കെ കാണാതെ പോവുക, അങ്ങനത്തെയൊക്കെ വരും. അപ്പം നമുക്കുണ്ടാകുന്ന ഒരു ടെൻഷനൊക്കെ ശനി ആദ്യമായിട്ട്, അതായത് 12-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ നമുക്ക് തരും. മീനൻ രാശിയിലാണ്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാഴമാണെങ്കിലും മാറുന്നുണ്ട്. മെയ് മാസം 14-ാം തീയതി വ്യാഴം മിഥുനൻ രാശിയിലേക്ക് മാറുകയാണ്. അപ്പോൾ ഭരണി നക്ഷത്രക്കാരുടെ 3-ാം ഭാവത്തിലാണ് വരുന്നത്. അപ്പോൾ 3-ലേക്ക് വ്യാഴം മാറുമ്പോൾ മനസ്സ് കിടന്നിങ്ങനെ ആലില പോലെ വിറക്കി. ഇപ്പം നമുക്ക് പ്രധാനമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കാണാണ്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ വരുമല്ലോ. അപ്പോൾ അതുപോലെ വരും. പിന്നെ നല്ല ഫ്ലോ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം പെട്ടെന്ന് സ്റ്റോപ്പ് ആവുക, അതിൽ ലോസ് വരിക, ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ ശനി 12-ലേക്ക് വന്നതുകൊണ്ടാണെന്ന് ചിന്തിച്ചാൽ മതി. ടെൻഷനൊന്നും വേണ്ട. ശനി 12-ൽ വന്ന് ഒരു 6 മാസക്കാലം നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുകൾ തരും. പക്ഷെ അവിടെ രാഹു 11-ൽ വരുമ്പോൾ അതിൽ നല്ലതും വരും. വിദേശ ഭാവത്തേക്ക് പോകുന്ന കുട്ടികളാണെങ്കിലും വിദേശത്തെ ജോലി നോക്കുന്നവരാണെങ്കിലും അപ്പം അവിടെ ചെന്നിട്ട് ജോലി അധികം കിട്ടാത്തവരാണെങ്കിലും ഈ ഒരു ടൈം നന്നായി നോക്കിയാൽ മതി. ശനി എപ്പോഴും ന്യായാധിപനാണ്. അപ്പം നമ്മൾ കർമ്മത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുക. നമുക്ക് ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ അതെന്താണ് എന്നൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോവാം. അപ്പം നല്ല മാറ്റങ്ങൾ വരും. ഏഴര ശനിയാണ് എന്ന് വിചാരിച്ചിട്ട് ഒരു 6 മാസം നമുക്കൊരു ബുദ്ധിമുട്ട് തന്നു എന്ന് വെച്ച് ശനി ആണ് എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുക, അലസത പിടിക്കരുത്. അലസത വന്നാൽ ശനീശ്വരൻ പിന്നെ ഒന്നും നമുക്ക് തരില്ല. അല്ലെങ്കിൽ ശനി നമുക്ക് ഏറ്റവും നല്ല ഫലങ്ങൾ തരും. ആദ്യത്തെ കുറച്ച് സമയങ്ങളിൽ മാത്രമേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ശനി ഏറ്റവും നല്ല ഗ്രഹമാണ്. അതേപോലെ 3-ലെ വ്യാഴം മറയുമ്പോൾ നമ്മളെ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം, അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവാം. മഞ്ഞപ്പട്ട് മേടിച്ച് പിടിപ്പണൊക്കെ സമർപ്പിക്കുക, നെയ്യ് വിളക്ക് കത്തിക്കുക. എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും നമ്മൾ പോവാം. അതിന് പറ്റത്തക്ക വഴിപാടുകൾ വിഷ്ണു ക്ഷേത്രത്തിൽ കൊടുക്കുക. അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് കുറച്ച് ഒരു 12 നാമങ്ങളുണ്ടല്ലോ, അത് നന്നായിട്ട് ജപിക്കുക. പിന്നെ ശിവൻ്റെ അമ്പലത്തിൽ പോവാം. എന്നുവെച്ചാൽ ശനി 12-ലാണ്. ശനീശ്വരൻ 12 പോകുമ്പോൾ ശിവക്ഷേത്രത്തിൽ നമ്മൾ ഓടിപ്പോവല്ല ചെയ്യണത്, പതുക്കെ സ്വസ്ഥമായിട്ട് പോയി ധ്യാനം, അതായത് അവിടെ നന്നായിട്ട് ആ ശിവൻ്റെ അമ്പലമൊക്കെ റൗണ്ട് അടിക്കുമ്പോൾ പതുക്കെ സ്റ്റെപ്പൊക്കെ ആക്കി പോവുക. ശിവന് പിൻവിളക്ക്, മുന്നിൽ വിളക്ക്, ധാര കൊടുക്കുക, കൂവളത്തിൻ്റെ ഇലയും കൊണ്ട് അർച്ചന കൊടുക്കുക. പിന്നെ ജലം കൊണ്ട് ധാര, അധികമായിട്ട് നമുക്കൊരു ടെൻഷനുള്ള സമയമാണെങ്കിൽ കരിക്ക് കൊണ്ട് ധാരയൊക്കെ കൊടുക്കുക. പക്ഷെ അവിടെ കൊടുത്ത് ഏൽപ്പിക്കല്ല, നമ്മൾ പോയി അത് ചെയ്ത് പ്രദക്ഷിണമൊക്കെ നമ്മൾ പതുക്കെ ചെയ്ത് മനസ്സിനെ റിലാക്സ് ആക്കണം. മറ്റേ ഇപ്പോൾ പൂജാരിയുടെ അടുത്ത് കൊടുത്ത് നമ്മൾ പോരാൻ പാടില്ല. അതേപോലെ തന്നെ രാഹു 11-ലാണ്. രാഹു നമുക്ക് നല്ലത് ചെയ്യണം. നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി രാഹുവിനും കേതുവിനും പട്ടും പൂജയും കൊടുക്കുക. എന്നുവെച്ചാൽ കേതുവും മാറുന്നുണ്ടല്ലോ, 5-ാം ഭാവത്തിലാണ് കേതു മാറുന്നത്. അപ്പോൾ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് രാഹുവിനും കേതുവിനും പട്ടും പൂജയൊക്കെ കൊടുക്കുക. കറുത്ത പട്ട് മേടിക്കുക, കറുത്ത ഉഴുന്ന് മേടിച്ച് കൊടുക്കുക. അതൊക്കെ സമർപ്പിച്ച് കഴിഞ്ഞാൽ ഭരണി നക്ഷത്രക്കാർക്ക് ഈ വർഷം നല്ല രീതിയിൽ നമുക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കും. കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശനിയുടെ മാറ്റം നമുക്ക് 12-ാം ഭാവത്തിലാണ് വരുന്നത്. കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽഭാഗം, അതായത് മേടക്കൂറിലുള്ള കാർത്തിക നക്ഷത്രക്കാരുടെ 12-ാം ഭാവത്തിലേക്കാണ് ശനി വരുന്നത്. 11-ാം ഭാവത്തിലേക്കാണ് നമുക്ക് വ്യാഴത്തിനും രാഹുവിൻ്റെ മാറ്റം.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ, അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ മേടക്കൂറിൽ നിൽക്കുന്ന കാൽഭാഗത്തുള്ളവർക്കാണ് ഇങ്ങനെ. ഇടവക്കൂറിൽ നിൽക്കുന്ന മുക്കാൽ ഭാഗത്തുള്ളവർക്കും ശനി വരുന്നത് 11ാം ഭാവത്തിലേക്കാണ്. ശനി 11ലെ ഏറ്റവും നല്ല ഭാവമാണ്. അപ്പോൾ അവിടെ നമുക്ക് രാഹു 10ാം ഭാവത്തിലേക്ക് മാറും. 10ലേക്ക് രാഹു വരുമ്പോൾ നമ്മുടെ കർമ്മ മേഖലകളിൽ, അതായത് ഇടവൻ രാശിയിൽ മുക്കാൽ ഭാഗവും നിൽക്കുന്ന ഇടവൻ രാശിയിലെ കാർത്തിക നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ ഒച്ചിൻ്റെ വേഗത, അതായത് പതുക്കെ പതുക്കെ പോകുന്ന ഒരാളാണ് രാഹു. അപ്പോൾ അങ്ങനെയായിരിക്കും. പക്ഷെ ശനി ഇവിടെ 11ലുള്ളത് കൊണ്ട് ശനിയുടെ അതേ ഫലമാണ് രാഹു ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ കർമ്മഭാവത്തെ വളരെ ശ്രദ്ധിച്ച് മുന്നിലേക്ക് പോകണം. കർമ്മമാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ശനിയിൽ എപ്പോഴും ശനീശ്വരൻ എപ്പോഴും കർമ്മത്തെ ശ്രദ്ധിക്കുന്ന ആളാണ്, ന്യായാധിപനാണ്. എന്തൊരു ജോലിയാണെങ്കിലും നമ്മൾ ചെറിയ ജോലിയെന്നോ വലിയ ജോലിയെന്നോ ഒന്നും നോക്കണ്ട. നമുക്ക് ചെറിയൊരു ജോലിയാണെങ്കിലും ആ ജോലി വളരെ കൃത്യതയോടുകൂടി കൃത്യനിഷ്ഠമായിട്ട് സമയത്തിനൊക്കെ ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ആളാണ് ശനീശ്വരൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് കൃത്യസമയത്തിന് ചെല്ലണം, അത് കൃത്യമായിട്ട് പറയണം. അല്ലെങ്കിൽ കൃത്യമായിട്ട് ചെയ്യുന്ന ജോലി അത് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ശനി ഏറ്റവും നല്ല ഭാവങ്ങൾ കുറഞ്ഞു തരും. നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് പല അനുഭവങ്ങളും നമുക്ക് കൊണ്ടുതരുന്നൊരു ഗ്രഹം കൂടിയാണ് രാഹു ആയാലും ശനി ആയാലും. അപ്പോൾ കർമ്മത്തിലൊക്കെ ഒരു മാറ്റം വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടവൻ രാശിക്കാരിലൊക്കെ ഇരിക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് കർമ്മത്തിലൊക്കെ മാറ്റങ്ങൾ വരാം, ചേഞ്ച് വരാം. ഇവിടെ മേടൻ രാശിയിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ശനി 12ലാണ്. അപ്പോൾ 7.5 ശനി അവർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ 2 രാശിയിൽ നിൽക്കുന്ന കാർത്തിക നക്ഷത്രം ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും കറക്റ്റായിട്ട് പറയുന്നത്. അപ്പോൾ 7.5 ശനിയാണെങ്കിലും ഇടവത്തിൽ നിൽക്കുന്നവർക്ക് 11ലെ ശനിയാണെങ്കിലും കർമ്മത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ 3ാം ഭാവത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ മാറ്റം വരുന്നത്. വ്യാഴം മെയ് മാസം 14ാം തീയതിയാണ് മാറുന്നത്. അപ്പോൾ ഈ മേടൻ രാശിയിൽ നിൽക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് 3ലും ഇടവത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് 2ലുമാണ്. അപ്പോൾ ഇടവൻ രാശിയിൽ നിൽക്കുന്ന കാർത്തിക നക്ഷത്രക്കാർ മുക്കാൽ ഭാഗമുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ നല്ല ഫലങ്ങളായിട്ട് വരുന്നത് ഈ ഒരു വർഷം. എന്നാലും മേടത്തിൽ നിൽക്കുന്നവർക്കാണെങ്കിലും ശനിയെ നന്നായിട്ട് വരിക, പ്രാർത്ഥിക്കുക. രാഹുവിന് അവർക്ക് രാഹു അവിടെ നന്മ ചെയ്യുന്നുണ്ട് 11ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ രാഹുവിനെ നന്നായിട്ട് പോയി പ്രാർത്ഥിക്കുക. കേതുവിനും, അതായത് നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹുവിന് പൂജ കൊടുക്കുക, കേതുവിനും പൂജ കൊടുക്കുക. ശിവന്റെ അമ്പലത്തിൽ പോയിട്ട് മുൻവിളക്ക് ധാര അത് കൊടുക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കൊടുക്കുക, വിഷ്ണുവിന് നെയ്വിളക്ക് കൊടുക്കുക. വെളുത്ത പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക. ഇതൊക്കെയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് കൊടുക്കേണ്ടത്. ഇടവൻ രാശിയിൽ നിൽക്കുന്ന കാർത്തിക നക്ഷത്രക്കാരും ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ അവർക്ക് 4ലാണ് അവരുടെ കേതു വരുന്നത്. 4ൽ കേതു വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാവും. ഈ കേതു ഖണ്ഡന സ്വഭാവമുള്ളൊരു ഗ്രഹമാണ്. അപ്പോൾ ഇടവൻ രാശിയിൽ നിൽക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് കേതു 4ലാണ്, അതും സൂര്യൻ്റെ ക്ഷേത്രത്തിലാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നിശബ്ദമാവുക, അതായത് അധികം സംസാരിക്കാതെ നമ്മുടെ കർമ്മത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. 4ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ എന്തായാലും 1.5 വർഷക്കാലമുണ്ട് കേതു. അപ്പോൾ അവിടെ നമുക്ക് ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വളരെ ശ്രദ്ധിക്കുക. കുടുംബ അംഗങ്ങളായിട്ട്, 4ാം ഭാവം കുടുംബമാണ്, ആ കുടുംബ അംഗങ്ങളുമായിട്ട് നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പം അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ല സമയമാണ് ഈ കാർത്തിക നക്ഷത്രക്കാർക്ക്. രോഹിണി നക്ഷത്രം ഇടവൻ രാശിയിൽ നിൽക്കുന്നതാണ് രോഹിണി നക്ഷത്രം. അപ്പോൾ ഇടവൻ രാശിക്കാർക്ക് ഈ ശനിയുടെ മാറ്റം, ശനി മാർച്ച് 29-ന് ശനി വരുന്നത് അവർക്ക് 11ാം ഭാവത്തിലാണ്. കർമ്മത്തിലായിരുന്നു ഇത്രയും നാൾ, അത് 11ാം ഭാവത്തിലേക്കാണ് ശനി വരുന്നത്. അപ്പം അവർക്ക് ഇത്രയും നാൾ രാഹു 11-ലുണ്ടായിരുന്നു. ആ രാഹു, മീനത്തിൽ രാഹു നിൽക്കുന്നത് അവർക്ക് ഏറ്റവും നല്ലൊരു സമയമായിരുന്നു. ആ രാഹു ആണ് നമുക്ക് 11ലേക്ക് കർമ്മത്തിലേക്ക് മാറുന്നത്. അപ്പോൾ രാഹു എപ്പോഴും ബാക്കിലേക്ക് പോകുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ ശനീശ്വരൻ 11-ൽ വരികയും രാഹു നമുക്ക് 10ാം ഭാവത്തിൽ വരികയും ചെയ്യുന്നു രോഹിണി നക്ഷത്രക്കാർക്ക്. 2ാം ഭാവത്തിലേക്ക് നമ്മുടെ വ്യാഴവും കടക്കുന്നു. അപ്പോൾ മെയ് 14-ാം തീയതി 18-ാം തീയതി ആയിട്ട് ഈ ഗ്രഹങ്ങളുടെ മാറ്റങ്ങളൊക്കെ വന്ന് നമ്മൾ ആ ഒരു ഗ്രഹത്തിൽ നിൽക്കുമ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് 4ാം ഭാവത്തിലേക്ക് കേതു വരുന്നുണ്ട്. അപ്പോൾ ആ കേതു വരുമ്പോൾ കുടുംബ ബന്ധങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉണ്ടാവും. എന്തെങ്കിലും പറഞ്ഞ് കുടുംബങ്ങൾക്ക് തമ്മിൽ വഴക്കുണ്ടാക്കാനൊക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇവിടെ നമുക്ക് സാമ്പത്തികമായിട്ടൊന്നും വലിയ പ്രതിസന്ധി ഇല്ല.
നമ്മൾക്ക് ഉണ്ടാവുന്ന കർമ്മം നല്ല പോലെ നന്നായി ശ്രദ്ധിച്ചാൽ മതി. കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിച്ചാൽ ഈ പ്രാവശ്യം ഈ ഒരു വർഷം കൊണ്ട് നമ്മൾ കിട്ടാതെ മുടങ്ങിക്കിടക്കുന്നതും കിട്ടാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ രോഹിണി നക്ഷത്രക്കാർ ഏറ്റവും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. എന്തൊരു കാര്യത്തിനും നമ്മൾ വർക്ക് ചെയ്യാതെ കിട്ടില്ല. അപ്പോൾ ക്ഷേത്രത്തിൽ പോയി കുറേ പൂജ ചെയ്തുകൊണ്ട് മാത്രമല്ല, നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യണം. വർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ വരുമ്പോൾ, അതായത് ഇപ്പോൾ 4-ാം ഭാവത്തിൽ കേതു വരുന്നു, ഞാൻ വീട്ടിൽ വന്നു വർക്ക് ചെയ്യുന്നു, പൈസ കൊണ്ടുവരുന്നു, കാര്യങ്ങൾ വീട്ടിൽ വരുമ്പോൾ എന്നും വഴക്കായാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ആ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ സംസാരം വളരെ കുറയ്ക്കുക. അതാണ് വീട്ടിൽ വരുമ്പോൾ അത്യാവശ്യം മാത്രം പറഞ്ഞ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ അത് അനാവശ്യമായി തിങ്ക് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോയാൽ മതി. ഇപ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ സാമ്പത്തിക ഭാവങ്ങളിലൊക്കെ നല്ല മാറ്റം വരാം. വിദേശത്തേക്ക് കുട്ടികളെയൊക്കെ വിടുന്നുണ്ടെങ്കിൽ അവർക്ക് ബ്ലോക്കായി കിടക്കുന്ന ധനഭാവങ്ങളൊക്കെ കിട്ടാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ദേവീക്ഷേത്രത്തിൽ പോവാം. ദേവീക്ഷേത്രത്തിൽ പോയിട്ട് ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക. രോഹിണി നക്ഷത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹു ശനീശ്വരനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കെടുക്കുകയാണ്. 10-ലും 11-ലൊക്കെ ആയി. വ്യാഴമുണ്ട് 2-ാം ഭാവത്തിൽ. അപ്പോൾ ദേവീക്ഷേത്രത്തിൽ പോവുക, ചുവന്ന പൂക്കൾ കൊണ്ട് ചൊവ്വയും വെള്ളിയും ദിവസങ്ങൾ അർച്ചന കൊടുക്കുക. ശിവക്ഷേത്രത്തിൽ പോവാം, പിൻവിളക്ക് മുൻവിളക്ക് ധാര കൊടുക്കുക. രാഹുവിനും കേതുവിനും നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് പൂജ കൊടുക്കുക. ഇപ്പോൾ രാഹുവിനുള്ളൊരു പൂജ അല്ലെങ്കിൽ വേറൊരു പൂജ എന്ന് പറയുന്നത് തിരുപ്പതിയിലെ കാളഹസ്തിയിലാണ് നമുക്കൊരു പൂജയുള്ളത്. പക്ഷെ അവിടേക്കൊന്നും പോവണ്ട, നമ്മുടെ അടുത്തുള്ള നവഗ്രഹ ക്ഷേത്രത്തിൽ പോവാം, പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക, പ്രാർത്ഥിക്കുക. അത് മാത്രമല്ല, നന്നായിട്ട് നമ്മുടെ കർമ്മത്തിൽ ശ്രദ്ധിക്കുക. കർമ്മത്തിലൂടെ വല്ല വിഘ്നങ്ങൾ വരികയാണെങ്കിൽ മാത്രം നമുക്ക് ഈ പൂജകളൊക്കെ ചെയ്ത് പരിഹാരങ്ങളൊക്കെ കണ്ടെത്തി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. രോഹിണി നക്ഷത്രക്കാർക്ക് മകേരി നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗം ഇടവത്തിലും പിന്നെ പകുതി ഭാഗം മിഥുനത്തിലാണ് വരുന്നത്. അപ്പം ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് 11-ലെ ശനി വരികയും ആ 11-ലെ രാഹു 10-ാം ഭാവത്തിലേക്ക് വരികയും ചെയ്യുകയാണ്. അപ്പോൾ കർമ്മപരമായിട്ട് അവർക്ക് നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. ശനി കർമ്മത്തിൽ, അത് സ്വന്തം വീട്ടിൽ ബലവാനായി നിൽക്കുമ്പോൾ വളരെ സ്പീഡിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശനി 11-ലേക്ക് വരികയാണ്, ലാഭസ്ഥാനം മീനൻ രാശിയിൽ. അപ്പോൾ അത് വരുമ്പോൾ രാഹു ആണെങ്കിലും പതുക്കെ പോകുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ നമ്മൾ എത്ര സ്പീഡിൽ ചെയ്യുന്ന ബാധകളൊക്കെ പെട്ടെന്ന് കുറയും. നമ്മുടെ കർമ്മങ്ങൾ വളരെ സ്ലോ ആയിട്ട് പോവുക, അതൊക്കെ വരുമ്പോൾ നമുക്ക് ടെൻഷൻ വരുമല്ലോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഈ കർമ്മത്തിൽ വളരെ ശ്രദ്ധിക്കുക. ഈ രാശിക്കാർ മകേരി നക്ഷത്രത്തിൻ്റെ ഇടവക്കൂറിലൊരു കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. അവർക്ക് 2-ൽ വ്യാഴാണ്. സാമ്പത്തികമായി പൈസ ഒക്കെ വന്നോളും, നമുക്ക് സാമ്പത്തിക സ്ഥിതിയൊക്കെ നന്നായിട്ട് വന്നോളും. പക്ഷെ അവിടെ കർമ്മം കുറയുമ്പോൾ ഇത് കുറവോ വരികയാണ് ചെയ്യുന്നത്. കർമ്മത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ 4-ാം ഭാവത്തിലേക്ക് കേതു വരും. കുടുംബപരമായ തർക്കങ്ങൾ ഉണ്ടാവാം. സൂര്യക്ഷേത്രമാണ്. സൂര്യൻ്റെ ക്ഷേത്രത്തിൽ കേതു വരുമ്പോൾ എന്താണ്, നമുക്ക് ലോണോ അല്ലെങ്കിൽ ഗവൺമെൻറ്റായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഗവൺമെൻറ് തലത്തിൽ നിന്ന് വരുന്ന വല്ല പ്രോബ്ലങ്ങൾ, GST അത് ഇത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, കുറേ അങ്ങനത്തെ ഉള്ള പ്രോബ്ലങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ നന്നായി നോക്കുക. നമ്മുടെ ബിസിനസ്സുകാരാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് വിദേശ പഠനങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ പോകാനൊക്കെ പറ്റും. നിങ്ങൾ ഈ ഒരു വർഷം നന്നായി ശ്രദ്ധിച്ചാൽ മതി. കർമ്മത്തിൽ മാത്രം ശ്രദ്ധിക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. ക്ഷേത്രത്തിൽ പോകണം, അതിന് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കുകയാണെങ്കിൽ മകേരി നക്ഷത്രക്കാർക്ക് ഈ ഇടവക്കൂറിലുള്ളവർക്ക് ഏറ്റവും നല്ലതാണ്. അതേപോലെ മിഥുനക്കൂറിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ശനി 10-ലേക്ക് വന്നു, രാഹു 9-ലേക്ക് വന്നു. അപ്പം ഭാഗ്യത്തെ കുറയ്ക്കുകയാണ്. രാഹു എന്ന് പറയുന്നത് 9-ാം ഭാവത്തിൽ വരുന്നത് അത്ര നല്ലതല്ല. ജ്ഞാനത്തെയൊക്കെ തരും. രാഹുവും കേതും നമുക്ക് അറിവുകളെ തരും. അപ്പം അറിവുകളെ തന്ന പിന്നെ അതേപോലെ ഉപാസനയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഉപാസനയൊക്കെ നന്നായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അപ്പം 9-ാം ഭാവമല്ലേ നമുക്ക്. പക്ഷെ കർമ്മത്തിൽ ശനിയാണ് വരുന്നത്. അപ്പോൾ കണ്ടകശനി എന്ന് പറയും. അപ്പോൾ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. മിഥുനൻ രാശിയിലുള്ള മകേരി നക്ഷത്രക്കാർ, അപ്പോൾ അവരെ നന്നായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ശിവക്ഷേത്രത്തിൽ പോവുക, പിൻവിളക്ക് മുൻവിളക്ക് ധാര കൊടുക്കുക. രാഹുവിന് നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് രാഹുവിനും കേതു വന്ന് നിൽക്കുന്നത് 3-ാം ഭാവത്തിലാണ്. അപ്പോൾ എപ്പോഴും ഓരോ ടെൻഷൻ ഉണ്ടായി, എന്തെങ്കിലും പ്രശ്നങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊന്നും വളരെയധികം ശ്രദ്ധിക്കുക. ഉപാസനയൊക്കെ നന്നായിട്ടുള്ളവർക്കാണെങ്കിൽ നല്ലൊരു സമയമാണ്.
ഉപാസന ഭാവത്തിലേക്ക് പോകുന്നവർക്ക് രാഹു നല്ല ജ്ഞാനത്തെ തരും നമുക്ക്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് മകേര നക്ഷത്രത്തിൻ്റെ മിഥുനക്കൂറുകളുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശനിയുടെ മാറ്റം വരുന്നത് അവർക്ക് 10ാം ഭാവത്തിലാണ്. 10ാം ഭാവത്തിലേക്ക് ശനി വരികയും രാഹു വരുന്നത് 9ാം ഭാവത്തിലേക്ക് വരികയും ചെയ്യുകയാണ്. അപ്പോൾ തിരുവാതിര 3 കേതു വന്നു. ഇവർക്ക് 10 ഇത്ര നാൾ കർമ്മത്തിൽ വരുമ്പോൾ കണ്ടകശനിയായി മാറി. അപ്പോൾ ശനീശ്വരൻ കണ്ടകനായി നിൽക്കുകയാണ് ചെയ്യുന്നത്. കർമ്മത്തിൽ വളരെയധികം ദോഷങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനെ നന്നായി ശ്രദ്ധിക്കണം. കർമ്മത്തിൽ നോക്കുമ്പോൾ ശനി എപ്പോഴും ന്യായത്തിൻ്റെ രീതിയിലാണ്. നമ്മൾ ഏത് തൊഴിലാണെങ്കിലും കറക്റ്റ് സമയത്തിന് പോവുക, അത് കൃത്യനിഷ്ഠമായിട്ട് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് കർമ്മത്തിലുള്ള ആ ബ്ലോക്ക് അങ്ങോട്ട് മാറിക്കോളും. പിന്നെ രാഹുവാണ് എന്നുവെച്ചാൽ ചില കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ 9ാം ഭാവത്തിലെ ഭാഗ്യത്തെ നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളവിടെ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ച് എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയി അതൊന്നും കിട്ടില്ല. അപ്പം അതൊരു ബ്ലോക്കാണ്. അവിടെ ചില കാര്യങ്ങൾ മുന്നിലേക്ക് വന്ന് നിൽക്കും, നമ്മുടെ കയ്യിൽ കിട്ടാതെ പോകുന്നൊരു സമയമാണ്. അപ്പോൾ അവരെന്ത് ചെയ്യണം? ദേവീക്ഷേത്രത്തിൽ പോവാം. ദേവിക്ക് ചെത്തിപ്പൂ ഉണ്ടല്ലോ, ചെത്തിപ്പൂ നാരെടുത്ത് ജയദുർഗാ മന്ത്രം കൊണ്ട് കർമ്മം ചെയ്യാം. അപ്പോൾ ഈ ബ്ലോക്കുകളെ മാറിക്കിട്ടും. രാഹുവിനെ നന്നായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് ഭജിക്കുകയും ചെയ്യാം. അതായത് പൂജ ചെയ്യുക, കറുത്ത പട്ട് മേടിക്കുക, കറുത്ത ഉഴുന്ന് മേടിച്ച് അവിടെ വെച്ച് നമസ്കരിക്കുക. അതൊക്കെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. തടസ്സങ്ങളെ മാറ്റാം. അത് ദേവീക്ഷേത്രത്തിൽ തന്നെ പോകണം. ജയദുർഗാ മന്ത്രം കൊണ്ട് നമ്മൾ കർമ്മവും ചെയ്യണം. അവിടെ പറഞ്ഞ പൂജാരിമാർ ചെയ്തു തരും. അത് ചെത്തിപ്പൂവിനകത്തുള്ള നാരുണ്ട്, നാരെടുത്ത് കളഞ്ഞിട്ടാണ് ഈ പൂജ ചെയ്യുക. പിന്നെ അതിങ്ങനെ നമുക്ക് 9ൽ നിൽക്കുമ്പോൾ കുറച്ച് ദുർഗതികൾ വരിക എന്ന് പറയില്ലേ, രാഹു ഇങ്ങനെ ഭാഗ്യം അടുത്ത് നിൽക്കുന്നുണ്ട്, അത് കയ്യിൽ കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഈ ദുർഗ എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ നല്ലതാണ്. അപ്പോൾ ദുർഗമങ്ങളെ മാറ്റുന്ന ഒരു വാക്കാണ് ദുർഗ എന്നുള്ളത്. അതും ചെയ്യുന്നത് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലതാണ്. ഇതൊക്കെ ഈ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. വ്യാഴാണെങ്കിൽ നിങ്ങൾക്ക് കൂടെ തന്നെയുണ്ട്. എന്നുവെച്ചാൽ മിഥുനൻ രാശിയിലേക്കാണ് വ്യാഴം വന്നത്. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്ത ഈ ദുർഗാദേവീനെ നന്നായിട്ട് ഭജിക്കുകയും ചെയ്താൽ നമ്മുടെ 9ലുള്ള രാഹുവിൻ്റേതായിട്ടുള്ള ചെറിയ ദോഷങ്ങളൊക്കെ മാറി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പുണർദ നക്ഷത്രത്തെ ഈ മിഥുനക്കൂറിലുള്ളവർക്ക് സംബന്ധിച്ച് ഇതുപോലെ ലഗ്നത്തിൽ തന്നെയാണ് വ്യാഴത്തിൻ്റെ വരവ്. ലഗ്നത്തിൽ തന്നെ വ്യാഴം വന്നു. ആ വ്യാഴം നമുക്ക് 9ലേക്ക് രാഹു വന്നു, 10ലേക്ക് ശനീശ്വരൻ വന്നു. അപ്പോൾ മാർച്ച് 29-ാം തീയതി 10ലേക്ക് ശനി വന്നു. രാഹു 18-ാം തീയതി, മെയ് 18-ാം തീയതി വന്നു. വ്യാഴാണെങ്കിൽ ലഗ്നത്തിൻ്റെ കൂടെ മെയ് മാസം 14-ാം തീയതി. അപ്പോൾ കർമ്മത്തിലാണ്, കണ്ടകശനിയുടെ ഒരു കാലഘട്ടമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ശിവക്ഷേത്രത്തിൽ പോവുക, പിൻവിളക്ക് മുൻവിളക്ക് ധാര കൊടുക്കുക. അപ്പോൾ കർമ്മത്തിലൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്. നമ്മൾ ഒരു കുഴപ്പമില്ലാതെ ഭാഗ്യസ്ഥാനത്ത് നിന്നിരുന്ന വ്യാഴം ശനി 10ലേക്ക് പോവാണ്, കണ്ടകനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് കർമ്മത്തിലൊക്കെ കുറച്ച് മാറ്റങ്ങളുണ്ടാവും. 2.5 വർഷമുണ്ട്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. ആദ്യത്തെ ഒരു 5-6 മാസം മാത്രമാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു 6 മാസക്കാലമാണ് എനിക്ക് ഇത്ര ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് അത് കറക്റ്റ് ഒരു നല്ല ലെവലിലേക്ക് എത്തിക്കുള്ളൂ. രാഹുവാണ് 9ാം ഭാവത്തിൽ വരുന്നത്. അപ്പോൾ രാഹുവിനെ നന്നായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ പോവുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ ആയില്യപൂജ കൊടുക്കുക. ആ പുണർദ നക്ഷത്രക്കാർ ആയില്യപൂജ കൊടുക്കുക. അപ്പം അതിൽ നിന്നൊരു മാറ്റങ്ങളൊക്കെ വരാനായിട്ട് സാധ്യത. പിന്നെ ലഗ്നത്തിൽ തന്നെ വ്യാഴം ഉണ്ടല്ലോ, ആ ലഗ്നത്തിൽ തന്നെ വ്യാഴമുള്ളത് കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾക്കൊരു മാറ്റമാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, കൃഷ്ണൻ്റെ അമ്പലത്തിൽ പറ്റത്തൊക്കെ വഴിപാടുകൾ ചെയ്യുക, ദേവീനെ നന്നായിട്ട് ഭജിക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാറ്റമാണ് മിഥുനക്കൂറിലുണ്ടത്. അതിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് കർക്കിടകത്തിൽ വരുന്നുണ്ട്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് 12ലാണ് വ്യാഴം വന്നിരിക്കുന്നത്. 12ാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നു. 7 കഴിഞ്ഞ് അഷ്ടമത്തിൽ രാഹു വരുന്നു. അഷ്ടമത്തിൽ രാഹു വരുമ്പോൾ പിന്നെ 9ാം ഭാവത്തിൽ ശനിയും വരുന്നു. അഷ്ടമത്തിൽ രാഹു വരുമ്പോൾ നമുക്ക് വാഹനാദികളൊക്കെ ഓടിച്ചു പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, രോഗങ്ങളെ വരുത്തും. പിന്നെ 2ലാണ് നമ്മുടെ കേതു വരിക. ആ കേതു സിംഹരാശിയിലല്ലേ വരുന്നത്. അപ്പോൾ വാക്കുകളൊക്കെ വളരെ സൂക്ഷിക്കണം. വാക്ക് കൊണ്ട് കുറേ അബദ്ധങ്ങൾ സംഭവിക്കാം. ശത്രുക്കളെ ഉണ്ടാക്കും നമുക്ക് 2ാം ഭാവത്തിൽ. പിന്നെ നിധി, കോശം, ധനം, വാക്ക്. നമ്മുടെ നിധി, നമ്മുടെ കയ്യിലിരിക്കുന്ന ധനം പെട്ടെന്നായിരിക്കും നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം.
എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ രാഹു അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ ഒരു ഷേഡോ ഗ്രഹമാണ്. നമുക്കൊരു ആകർഷണം ഉണ്ടാക്കും രാഹു. ആ ആകർഷണത്തിൽ പോയി നമ്മൾ പെടരുത്. അപ്പോൾ ഈ കർക്കിടക രാശിക്കാരിൽ നിൽക്കുന്ന പുണർദ നക്ഷത്രക്കാർ ഈ ഒരു വർഷം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. മിഥുന രാശിയിൽ നിൽക്കുന്നവരെ പോലെയല്ല കർക്കിടകത്തിൽ നിൽക്കുന്നവർ. അപ്പോൾ അവർ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പുണർദ നക്ഷത്രത്തിൽ 2 കൂറിൽ പെടുന്നവർ മാറ്റങ്ങൾ വളരെയധികം ഡിഫറെൻ്റ് ആണ്. പിന്നെ 9ാം ഭാവത്തിൽ നമ്മുടെ ശനീശ്വരൻ നിൽക്കുന്നുണ്ട്. അത് ഒരു ആത്മജ്ഞാനത്തെ തരുന്നതാണ്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ പോവുക, പിൻവിളക്ക് ധാര ഇതൊക്കെ കൊടുക്കുക. കർക്കിടക രാശിയിൽ നിൽക്കുന്ന പുണർദ നക്ഷത്രക്കാരെ വളരെയധികം ശ്രദ്ധിക്കുക. വ്യാഴം 12ലുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, കുറച്ച് നേരം അവിടെ ഇരിക്കുക, ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇതാണ് പുണർദ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷത്തെ ഫലങ്ങൾ. പൂയ നക്ഷത്രം കർക്കിടക രാശിയിൽ പെടുന്നതാണ്. അപ്പോൾ കർക്കിടക രാശിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ പൂയ നക്ഷത്രത്തിൽ 12ാം ഭാവത്തിലാണ് നമുക്ക് വ്യാഴം വരുന്നത്. ആ 12ൽ വ്യാഴം വരികയും അഷ്ടമത്തിൽ രാഹു വരികയും 9ാം ഭാവത്തിലാണ് നമുക്ക് ശനീശ്വരൻ വരുന്നത്. അപ്പോൾ പൂയ നക്ഷത്രക്കാർ രാഹു അഷ്ടമത്തിൽ വരുമ്പോൾ പ്രായം ചെന്ന അമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വീഴാതെ ശ്രദ്ധിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലിൻ്റെ ഭാഗങ്ങളാണ് ഈ രാഹുവൊക്കെ വന്ന് നിൽക്കുന്നത്. തട്ടിത്തടഞ്ഞ് വീഴാതെ ശ്രദ്ധിക്കുക. 9ാം ഭാവത്തിൽ നമുക്ക് ശനിയുള്ളത് കൊണ്ട് ശിവക്ഷേത്രത്തിൽ പോവാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുക. വ്യാഴവും 12ാം മോക്ഷസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിലും പോവാം. അപ്പോൾ കർക്കിടക ഈ പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു വർഷം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഒരു രാഹുവിനെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത്. അതേപോലെ 2ാം ഭാവത്തിലാണ് അവരുടെ ചിങ്ങൻ രാശിയിലേക്ക് കേതു വരുന്നു. അപ്പോൾ സ്വന്തം വീട്ടിൽ ധനത്തിൽ ഒക്കെ നമുക്ക് ദോഷങ്ങളാണ് കൂടുതൽ വരിക. വാക്കുകളെ വളരെ സൂക്ഷിക്കാം. പൂയ നക്ഷത്രക്കാർ വാക്ക് വളരെയധികം ഈ ഗോചരാവസ്ഥയിൽ 1.5 വർഷക്കാലം കേതു അവിടെയുണ്ട്. വാക്കുകളെ വളരെയധികം ശ്രദ്ധിക്കുക. അത് 2ാം ഭാവം നമ്മുടെ വീടാണ്. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വാക്കുകൾ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുപോലെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ധനം പെട്ടെന്ന് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോവാതെ വളരെ ആലോചിച്ച് ചെയ്യാം. വീട്ടിൽ തന്നെ 2-3 പ്രാവശ്യം ആലോചിച്ച് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ. എന്തെങ്കിലും മോഹങ്ങൾ കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് ഇവിടെ അഷ്ടമത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ രാഹു ആണെങ്കിൽ നമ്മളിങ്ങനെ മോഹിപ്പിക്കും, നമ്മൾ പെട്ടെന്ന് പോയി അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെയൊന്നും ഇല്ലാതെ പൂയ നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം. ദേവീ ക്ഷേത്രത്തിൽ പോകണം, ദേവിക്ക് പറ്റത്തക്ക വഴിപാട് ചെയ്യണം. ദേവി മാഹാത്മ്യമാണെന്നുണ്ടെങ്കിൽ അതൊന്ന് 11ാമത്തെ അധ്യായം പാരായണം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അതേപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ പോയിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കുക, സ്വസ്ഥമായിട്ട് മനസ്സോടുകൂടി, തിരക്കിലല്ല പോകേണ്ടത്, സ്വസ്ഥമായ മനസ്സോടുകൂടി ഇരിക്കുക. അവിടെ ചുറ്റമ്പലമൊക്കെ ഒന്ന് പതുക്കെ നടന്ന് കാര്യങ്ങൾ ആ മനസ്സൊന്ന് ഫ്രീ ആവാൻ ആയിട്ടൊക്കെ ചെയ്യുന്നത് പൂയ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ദേവി മാഹാത്മ്യമോ അല്ലെങ്കിൽ അത് നിങ്ങൾ ഏതാണോ ദേവതകളെ ഭജിക്കുന്നത് ഇത്തിരി അധികം നേരം സ്വസ്ഥമായ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചാൽ പൂയ നക്ഷത്രക്കാർക്കും ഇത്ര ദോഷങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ മാറ്റി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രാർത്ഥന, നമ്മൾ ചെയ്യുന്ന വാക്ക് അതൊക്കെ വളരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വർഷം നന്നായിട്ട് തന്നെ പോകാനായിട്ട് സാധിക്കും. ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവിടെ അഷ്ടമത്തിലായിരുന്നു നമ്മുടെ ശനി നിന്നത്. അത് 9ലേക്ക് പോയി. ആ 9ാം ഭാവത്തിൽ നിന്നോർന്ന രാഹു നമുക്ക് അഷ്ടമത്തിലും വന്നു. വ്യാഴമാണെങ്കിൽ 11ൽ നിന്നിരുന്ന വ്യാഴം 12ലേക്ക് വന്നു. അതൊരു മോശസ്ഥാനമാണ്. അപ്പോൾ ഈ ഗോചരാണ് ഇതൊക്കെ പറയുന്നത്. ഈ ഗോചരാവസ്ഥയിൽ ആയില്യ നക്ഷത്രക്കാരും പിന്നെ നമ്മുടെ വയസ്സ്, നമ്മുടെ ഗ്രഹനില, അതായത് ജാതകത്തിൽ നിങ്ങൾക്ക് ദശയും അന്തർദശയും ഒക്കെ മാറ്റമുണ്ടെങ്കിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. പക്ഷെ ഇത് ഗോചരാണ് പറയുന്നത്. ഇപ്പോൾ ഗ്രഹങ്ങളൊക്കെ മാറുകയാണല്ലോ. അപ്പോൾ ആ ഗ്രഹങ്ങളുടെ മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അപ്പോൾ ആയില്യ നക്ഷത്രക്കാർ ഇപ്പോൾ രാഹു അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ രോഗങ്ങളെ ഉണ്ടെങ്കിലും പുറത്തേക്ക് പോകാനും വിദേശഭാവത്തേക്ക് പോകാനൊക്കെ നമുക്ക് പറ്റും. എന്നുവെച്ചാൽ രാഹു അവിടെ പോയിട്ട് വിദേശത്ത് പോയി ഇത്തിരി കഷ്ടത ഉണ്ടാക്കും, എന്നാലും നമുക്ക് അവിടെ എത്താൻ സാധിക്കും. പിന്നെ നമ്മളവിടെ പിടിച്ചു നിന്നാൽ നമുക്ക് ഏറ്റവും നല്ലതായിട്ട് വരാനൊക്കെ സാധിക്കും. അങ്ങനെ 9ാം ഭാവത്തിൽ നമ്മുടെ ശനി നിൽക്കുന്നു. ആ ശനി മീനൻ രാശിയിൽ നിൽക്കുന്നു. അപ്പോൾ നമുക്ക് ജ്ഞാനത്തെ തരും നന്നായിട്ട്. നമ്മളെ ഉപാസനയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്താൽ ആ ജ്ഞാനം നന്നായിട്ട് വരും. ഇതൊക്കെ ചെയ്യും. പിന്നെ 2ാം ഭാവത്തിൽ
കേതുവാണ് വരിക, 2ലേക്ക് കേതു മാറ്റാണ്. അപ്പോൾ വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ആർക്ക് എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല. അതിലെ നക്ഷത്രക്കാർ അല്ലെങ്കിൽ പൊതുവേ ഇത്തിരി ദേഷ്യം കൂടിയവരാണ്. അപ്പോൾ 2ാം ഭാവത്തിൽ കേതും കൂടി, അതും സൂര്യൻ്റെ ക്ഷേത്രത്തിലും കൂടി ആവുമ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന ദോഷങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ ലോൺ എടുത്തിട്ടോ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നോ നമുക്ക് അടയ്ക്കാൻ പറ്റാണ്ട് വരിക. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ദോഷങ്ങളെ ഉണ്ടാക്കും. അത് രാഹു അഷ്ടമമാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. കേസ്, കോടതി അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണിത്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വക്കീലിനെ കണ്ട് അതെങ്ങനെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. നമ്മുടെ വാക്കുകളിലൂടെ ഉണ്ടാകുന്ന ദോഷം തന്നെ നമുക്ക് ഈ കോടതി വ്യവഹാരങ്ങളിലേക്ക് നമുക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ 9ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിലെ ഇപ്പോൾ വീരഭദ്രൻ, കരിങ്കുട്ടി, വിഷ്ണുമായ അങ്ങനെയൊക്കെ സങ്കല്പങ്ങൾ ഉണ്ടെങ്കിൽ ആ ശൈവമായ ശക്തികളെ പ്രാർത്ഥിച്ച ഏറ്റവും നല്ല ഗുണങ്ങൾ ഈ ആയില്യ നക്ഷത്രക്കാർക്ക് ഉണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ 2ാം ഭാവത്തിലും രാഹുവൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് വല്ല ബ്ലോക്കുകളും നമ്മുടെ വ്യവസായത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ജോലിയിലൊക്കെ ഉണ്ടാകുന്ന മാറ്റം നമ്മുടെ കുടുംബക്ഷേത്രത്തിലുള്ള ദേവതകളെ, അവരൊക്കെ പ്രത്യക്ഷ ദേവതകളാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ നന്നായിട്ട് പ്രാർത്ഥിച്ചാലും അവരുടെ വർഷത്തിൽ എന്തൊക്കെ കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആചാരപൂർവ്വം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങൾ വരും. ആയില്യ നക്ഷത്രക്കാർ ഈ ഒരു വർഷം നന്നായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ പോലെ ഈ കോടതി വ്യവഹാരമൊക്കെ ഉണ്ടെങ്കിൽ അത് ശരിക്കും നന്നായിട്ട് വക്കീലിനെയൊക്കെ കണ്ട് കൺസൾട്ട് ചെയ്ത് അത് കൊണ്ട് നടക്കണം. അതാണ് ആയില്യ നക്ഷത്രക്കാർക്ക് ഈ വർഷമുള്ളത്. മകനക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മാറ്റം വരുന്നത് 7ാം ഭാവത്തിലേക്കാണ് രാഹുവിൻ്റെ വരവ്. രാഹു വരുന്നത് 7ാം ഭാവത്തിൽ. 7ാം ഭാവത്തിൽ നിന്നിരുന്ന ശനീശ്വരൻ അഷ്ടമത്തിലും പോകും. അപ്പോൾ മകനക്ഷത്രക്കാർക്ക് 7ലും അഷ്ടമത്തിലും ദോഷങ്ങളാണ്. 7ാം ഭാവം രാഹു വന്നു, അഷ്ടമഭാവത്തിൽ ശനി വന്നു. പക്ഷേ ഇവിടെ 11ൽ നമുക്ക് വ്യാഴം വന്നിട്ടുണ്ട്. അപ്പോൾ സർവ്വ ഈശ്വര കാരകത്വം ആർക്ക്? ആ വ്യാഴത്തിനാണ്. അപ്പോൾ സർവ്വ ഈശ്വര കാരകത്വമുള്ള വ്യാഴം നമുക്ക് 11ൽ വന്നു. അപ്പോൾ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും വ്യാഴം നല്ല അനുകൂലാവസ്ഥയിലാണെങ്കിൽ നമുക്കെല്ലാം നല്ലതാണെന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മകനക്ഷത്രക്കാർ നമുക്ക് 7ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിനെ ശ്രദ്ധിക്കണം. 7ൽ രാഹു വരുമ്പോൾ 7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവിൻ്റെ ഒരു ബന്ധങ്ങളാണ് അവിടെ വരിക. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അഷ്ടമത്തിൽ ശനി വരുമ്പോൾ കാല് സംബന്ധമായിട്ട്, ഞരമ്പ് സംബന്ധമായിട്ട് രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ എന്ത് കാര്യത്തിനും നമ്മൾ പോകുമ്പോൾ ആദ്യം അങ്ങോട്ട് തടുക്കുക എന്ന് പറയില്ലേ, അത് ബന്ധനം വരിക, അവിടെ ബ്ലോക്ക് വരുത്തുക. അതായത് ശനി അഷ്ടമത്തിലാണ്, ജലരാശിയാണ്, ജലതത്വരാശിയായ മീനൻ രാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. കുളത്തിലും കുളിക്കാനും അങ്ങനെയൊക്കെ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നിർത്തിവെക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. ഈ നക്ഷത്രക്കാർ, മകനക്ഷത്രക്കാർ. പിന്നെ 11ൽ നമുക്ക് വ്യാഴം നിൽക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും വലിയ ഈശ്വരാധീനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 7ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിന് കുട്ടികളാണെന്നുണ്ടെങ്കിൽ പഠിക്കാനൊക്കെ അലസത ഉണ്ടാവും, നല്ല മടി ഉണ്ടാവും, അലസത ഉണ്ടാവും, ഉറക്കം വരും അവർക്ക്. എപ്പോഴും ഫുഡ് കഴിക്കാനും ഉറങ്ങാനും മാത്രമായിരിക്കും നമുക്ക് തോന്നുക. വലിയവർക്കും വരും ഇത്, പക്ഷെ അവർക്ക് കർമ്മത്തെ നോക്കണമല്ലോ, കർമ്മമാണല്ലോ അവർക്ക് മുഖ്യം. അപ്പോൾ ആ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. ശനീശ്വരൻ അഷ്ടമത്തിലാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും അലസത വരുത്തും. ഒരു കാര്യത്തിനും പോയാൽ 2-3 പ്രാവശ്യം തടസ്സം വരും. അപ്പം നമ്മൾ വിചാരിക്കും ഇതെന്താണിത് എന്ന് ചിന്തിക്കേണ്ട. അത് ഈ ശനി അഷ്ടമത്തിൽ വരികയും രാഹു 7ൽ വരികയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ തടസ്സങ്ങളും പ്രതിസന്ധികളൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ എന്നും നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോകാൻ എന്നും പറ്റുന്നില്ലെങ്കിലും മിക്ക ദിവസങ്ങളിലും പോയിട്ട് നമുക്ക് പ്രാർത്ഥിക്കുക. വിഷ്ണുവിനെ ഇവിടെ നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മകനക്ഷത്രത്തിൻ്റെ കൂടെ തന്നെയാണ് കേതു എന്ന് നിൽക്കുന്നത്, അതായത് ചിങ്ങൻ രാശിയിൽ തന്നെ. അപ്പോൾ അവർക്ക് ദേഷ്യം വരും, പെട്ടെന്ന് ടെൻഷൻ വരും. കേതു അല്ലേ, ഗണ്ഡകാരകനാണ്. അപ്പോൾ നമുക്ക് രോഗങ്ങളെ വരുത്താനും സാധ്യതയുണ്ട്. അതുകൊണ്ട് മകനക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ പോവുക, പിൻവിളക്ക് ധാര, കരിക്ക് കൊണ്ട് ധാര കൊടുക്കുക. കൊല്ലത്തിലൊരു പ്രാവശ്യം കരിക്ക് കൊണ്ട് ധാര കൊടുക്കുക. പിന്നെ രാഹുവിന് ആയില്യ പൂജകൾ ചെയ്യുക, വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, പറ്റത്തക്ക വഴിപാട് ചെയ്യുക. ഇതാണ് മകനക്ഷത്രക്കാർ ഈ ഒരു വർഷം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് തന്നെ സാധിക്കും. കുട്ടികൾ പഠിക്കുമ്പോഴൊക്കെ അലസതയൊക്കെ വരുമ്പോൾ അതൊക്കെ നമ്മുടെ ശനി ഈ ഒരു വർഷം മാറിയതിൻ്റെ ഒരു പ്രശ്നമാണെന്ന് ചിന്തിക്കുക. ആദ്യം കുറച്ച് നാളേ ഉണ്ടാവുള്ളൂ, ഒരു 3 മാസം, ഒരു 6 മാസം ഈ അലസത വരിക. ആ അലസതയിൽ നമ്മൾ ഇരുന്ന് പോയാൽ പിന്നെ അവിടെ ഇരുന്ന് പോവാണ്. അതൊന്നുമല്ല ശരി, അത് കറക്റ്റ് ആക്കണം എന്ന ചിന്ത നമ്മളിൽ ഉണ്ടെങ്കിൽ
ശനീശ്വരൻ നമ്മുടെ കൂടെ നിൽക്കുകയും നമ്മുടെ ആ കർമ്മ മേഖലയിലേക്ക് നമ്മൾ എത്തിക്കാനും ശനിക്ക് പറ്റും. അതുകൊണ്ട് മകനക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഏറ്റവും നന്നായിട്ട് ഈ വ്യാഴത്തിൻ്റെ ഫലം നമുക്ക് നന്നായിട്ട് കിട്ടാനായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. പൂരനക്ഷത്രം. പൂരനക്ഷത്രക്കാരെ സംബന്ധിച്ച് 7ാം ഭാവത്തിലേക്കാണ് രാഹുവിൻ്റെ വരവ്. വ്യാഴം 11ലാണ്. വ്യാഴം 11 വരുന്നത് ഏറ്റവും നല്ല സമയമാണ്. പക്ഷേ ശനീശ്വരൻ അഷ്ടമത്തിൽ പോകുന്നു. ശനി അഷ്ടമത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ബ്ലോക്ക് വരിക. രാഹു അങ്ങനത്തെ ഒരു ഗ്രഹം തന്നെയാണ്. ഒച്ചിൻ്റെ പോലെയാണോ, ഇങ്ങനെ പതുക്കെ 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 പോകുന്നൊരു ഗ്രഹമാണ് രാഹു. അപ്പോൾ അதைയും നമുക്ക് ശ്രദ്ധിക്കണം. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൂരനക്ഷത്രക്കാർക്ക് ഇപ്പം ശരിയാവും എന്നൊരു തോന്നൽ കൊടുക്കും രാഹു. ഒരു ഷേഡോ ഗ്രഹമാണല്ലോ. അപ്പോൾ ഒരു മായാജാലക്കാരനാണ് രാഹു. അപ്പം നമ്മളെ പല കാര്യങ്ങളിലും കർമ്മങ്ങളുടെ മുൻപിൽ എത്തിച്ച് ഒരു മായാജാലം കാണിക്കും. അപ്പം എന്താണ്, നമ്മുടെ കയ്യിലുള്ള പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും അതിൽ. അങ്ങനെ ചെയ്യരുത്. ആ പൂരനക്ഷത്രക്കാർ എപ്പോഴും ഒരു അഹങ്കാരമല്ല, ഒരു രാജാവിൻ്റെ പോലെയാണ് അവർ ഇരിക്കാൻ. സിംഹരാശിയിലാണ്. ഞങ്ങൾ പറയുന്നത് കറക്റ്റ് ആയിരിക്കും എന്നൊക്കെ ഒരു തോന്നലുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾ ആ തോന്നലുകളൊക്കെ ഒന്ന് മാറ്റി വെച്ച് 2 പ്രാവശ്യം ചിന്തിക്കുക. ഒറ്റയടിക്ക് ഓടിപ്പോയിട്ട് ചെയ്യരുത്. അതാണ് ഈ രാഹു നമ്മളെ കൊണ്ട് ചാടിക്കുക. ഷേഡോ ആയതുകൊണ്ട് ഒരു മോഹവലയങ്ങളെ നമ്മൾ സൃഷ്ടിച്ച് നമ്മൾ അതിലേക്ക് കൊണ്ടുവന്ന് ഇടും. അപ്പോൾ അതൊന്നും അതൊക്കെ 1-2 പ്രാവശ്യം ആലോചിച്ച്, എടുത്തുചാട്ടമില്ലാതെ നമ്മൾ 2-3 പ്രാവശ്യം ആലോചിച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ പൂരനക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലതാണ്. പിന്നെ അവിടെ കൂടെയാണ് കേതു നിൽക്കുന്നത്. ആ കേതുവിൻ്റെ മാറ്റത്തിൽ വരുമ്പോൾ ഇത്ര നാൾ 2ലായിരുന്നത് ഇപ്പോൾ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ കൂടെ നിൽക്കുമ്പോൾ നമുക്കും അപകടങ്ങളെ വരുത്തും. അപ്പോൾ വാഹനാദികളൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ വളരെ കെയർഫുള്ളായിട്ടിരിക്കുക. പിന്നെ ഇതുപോലെ വാക്കുകൾ വളരെ ശ്രദ്ധിക്കുക. എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കുക. അതാണ് ഏറ്റവും ഉത്തമം. പിന്നെ ഈ കേസുകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധിക്കുക. വക്കീലായിട്ട് ഡിസ്കസ് ചെയ്യുക വേണം. നമ്മളുടെ ഓരോ കേസ് ഏത് ദിവസത്തേക്കാണ് മാറ്റി വെച്ചത് എന്ന് വെച്ചാൽ നമ്മളെ ശ്രദ്ധിക്കണം. വക്കീലുമാരൊക്കെ ചിലപ്പോൾ അലസത ഉണ്ടാവാം. നമ്മൾ തന്നെ ശ്രദ്ധിച്ച് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് വേണം, ദേവീക്ഷേത്രത്തിൽ പോവുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇവിടെ സർവ്വീശ്വരകാരകത്വമായിട്ടുള്ള വ്യാഴം നമുക്ക് അനുകൂലാവസ്ഥയുണ്ട്. അപ്പോൾ വ്യാഴത്തെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, അതിന് അനുകൂലം വരുത്തുക. ഒന്നും കൂടി വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക. ഇവിടെ രാഹുവിന് അയില്യപൂജ കൊടുക്കുക. ശിവക്ഷേത്രത്തിൽ പോയിട്ട് ധാര കൊടുക്കുക. ടെൻഷനാണല്ലോ, അപ്പോൾ ധാര കൊടുക്കുക. അത് കരിക്ക് കൊണ്ടുള്ള ധാര കൊടുക്കുക. പിന്നെ കാല് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനായിട്ട് നമുക്ക് സാധ്യതയുണ്ട്. കാലിൻ്റെ അടിയിൽ വേദന ഉണ്ടാവാം. ഈ ഷുഗർ പ്രഷറൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം. ഷുഗറിനൊക്കെ ഈ കാലുമ്മലാണല്ലോ കൂടുതൽ. പിന്നെ അവരൊക്കെ വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് ധന്വന്തരി മൂർത്തിയുടെ ക്ഷേത്രമുണ്ട്. ഈ രോഗാവസ്ഥയൊക്കെ വരുമ്പോൾ അവിടെ പോവുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. അവിടെ ഈ മുക്കിടി നിവേദ്യം എന്നൊക്കെ ഒരു നിവേദ്യമുണ്ട്. അതൊക്കെ എടുത്ത് കഴിക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പോയിട്ട് വാഴപ്പഴം വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, എന്നിട്ട് അതെടുത്ത് കഴിക്കും കൂടിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് രോഗാവസ്ഥകൾക്ക് ഇത്തിരി കുറവൊക്കെ കിട്ടും. പിന്നെ വളരെ ശ്രദ്ധിക്കുക, 7ലാണ് രാഹു നിൽക്കുന്നത്. ഷേഡോ ആണ് ഗ്രഹം. അപ്പോൾ ആ പൂരനക്ഷത്രക്കാരെ മോഹവലയങ്ങളിലൊക്കെ എത്തിക്കും. അതിനെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വർഷം നമുക്ക് ഈ വ്യാഴത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഉത്തര നക്ഷത്രക്കാരിൻ്റെ കാൽഭാഗം ആണ് ചിങ്ങത്തിലുണ്ട്, കന്നിയിൽ 3/4 ഭാഗവും ഉണ്ട്. അപ്പോൾ ഉത്തര നക്ഷത്രക്കാർക്ക് 2 തരത്തിലാണ് നമുക്ക് ഈ ഒരു വർഷം ഗ്രഹങ്ങളുടെ മാറ്റം വരുന്നത്. അപ്പോൾ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന ഉത്തര നക്ഷത്രക്കാർക്കാണെങ്കിൽ 7ലാണ് രാഹു വരുന്നത്, അഷ്ടമത്തിലാണ് ശനീശ്വരൻ വരുന്നത്, 11ലാണ് വ്യാഴവും വരുന്നത്. അപ്പോൾ 11ലെ വ്യാഴം ചിങ്ങത്തിലുള്ള ഉത്തര നക്ഷത്രക്കാർക്ക് കിട്ടും, ഏറ്റവും നല്ലതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കന്നിയിലുള്ള ഉത്തര നക്ഷത്രക്കാർക്ക് 10ലാണ് വ്യാഴം നിൽക്കുന്നത്. കർമ്മത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ അത്ര ശോഭന ഫലങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7ാം ഭാവത്തിൽ ശനിയാണ്. അപ്പോൾ അവർക്ക് കണ്ടകശനിയാണ്. ഏത് കന്നിയിൽ നിൽക്കുന്ന ഉത്തര നക്ഷത്രക്കാർക്ക് 7ൽ ശനി നിൽക്കുമ്പോൾ കണ്ടകശനിയുടെ കാലമാണ്. രാഹു അവർക്ക് 6ലെ രാഹുവാണ്. രാഹു 6ൽ നിൽക്കുന്നത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, എന്നാലും ശത്രുക്കളെ ഉണ്ടാക്കും. നമ്മൾ മുഖേന തന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അത് നമുക്ക് തന്നെ ഒരു പാരയായിട്ട് വരും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ 7ൽ ആണ് ശനി നിൽക്കുന്നത്, കണ്ടകശനിയാണ്. കാര്യങ്ങളൊക്കെ നിവർത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ശനിയെ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്.
ശനീശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, നമുക്ക് മുന്നിലേക്ക് തന്നെ പോവാം. കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ ആ കുടുംബക്ഷേത്രത്തിലെ അവിടെ ഇരിക്കുന്ന ശൈവമൂർത്തികളുണ്ടല്ലോ, വിഷ്ണുമായ, കരിങ്കുട്ടി, അങ്ങനെയൊക്കെയുള്ള മൂർത്തികളുണ്ടെങ്കിൽ അവരെ നന്നായിട്ട്, നമ്മുടെ കുടുംബക്ഷേത്രത്തിലുള്ള മൂർത്തികളെ നന്നായിട്ട് ഭജിക്കുക. പിന്നെ 10ലാണ് നമുക്ക് ഇവിടെ വ്യാഴം വന്ന് നിൽക്കുന്നത്, ഇത് കന്നിക്കൂറുകാരിക്ക്. അപ്പോൾ ആ ഉത്തര നക്ഷത്രക്കാർ 10ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാൻ നല്ല പോലെ പ്രാർത്ഥിക്കുക. കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. വ്യാഴം 10ലാണ് ഏറ്റവും നല്ലത് അല്ല, വ്യാഴം എപ്പോഴും 10ൽ നിൽക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല. അപ്പം നമ്മുടെ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. കർമ്മഭാവമാണ് നമുക്ക് എപ്പോഴും അല്ല, അത് ബുധൻ്റെ ക്ഷേത്രത്തിലാണല്ലോ. അപ്പോൾ അത് ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യേണ്ട, നാളേക്കാക്കും നമ്മൾ. അപ്പോൾ ആ അലസതയൊക്കെ മാറ്റി ഉത്തര നക്ഷത്രക്കാർ ഏറ്റവും നല്ല രീതിയിൽ ശിവക്ഷേത്രത്തിൽ പോവുകയും രാഹുവിന്, അതേപോലെ അവർക്ക് 12ലേക്കാണ്, അതായത് ഉത്തര നക്ഷത്രത്തിൻ്റെ കന്നിക്കൂറുകാർക്ക് 12ലാണ് കേതു വരുന്നത്. 12ൽ കേതു വരിക എന്ന് പറഞ്ഞെങ്കിൽ വ്യയാണ്. നമുക്ക് എന്ത് കാര്യത്തിന് പോയാലും ഇപ്പോൾ 10 രൂപ ചിലവാകേണ്ടടുത്ത് 20 രൂപ ചിലവാകേണ്ട ഒരു അവസ്ഥ വരും. അത് ഉത്തര നക്ഷത്രത്തിൻ്റെ കന്നിക്കൂറിൽ. പക്ഷെ ഉത്തര നക്ഷത്രത്തിൻ്റെ ചിങ്ങിക്കൂറിലുള്ളവർക്ക് അവർക്ക് രോഗാവസ്ഥകളാണ് കൂടുതലും ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും വ്യത്യാസമാണ്. അപ്പോൾ ഉത്തര നക്ഷത്രക്കാർ വ്യാഴനെ നന്നായി പ്രീതിപ്പെടുത്തിക്കൊണ്ട് മുന്നിലേക്ക് പോവാം. ശനിയുടെ തടസ്സം, കർമ്മത്തിൽ എന്ത് തടസ്സം ഉണ്ടെങ്കിലും ശനീശ്വരൻ്റെ പോലെ ന്യായത്തിൻ്റെ പോലെ നടക്കുക. എപ്പോഴും കർമ്മത്തിൽ മാത്രം ശ്രദ്ധിക്കുക. അപ്പം ഇന്ന് പെട്ടെന്ന് ഒരാളെ കിട്ടിയില്ല, അപ്പം നമ്മുടെ ജോലി ഇന്ന് നടന്നില്ല, അത് എന്നും ഇങ്ങനെയാണ് എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കാതെ നമ്മൾ മുന്നിലേക്ക് തന്നെ പോവാം. പിന്നെ പൈസ അനാവശ്യ ചെലവുകൾ ധാരാളം വരും. കേതു 12ലാണ്, സൂര്യനാണ് അവിടെ നിൽക്കുന്നത്, ആ സൂര്യൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ഈ കേസ്, കോടതി അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഉത്തര നക്ഷത്രത്തിൻ്റെ കന്നിക്കൂറിലുള്ളവർ അതിന് 12ലായിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കാതെ തന്നെ നമ്മുടെ പണച്ചെലവുകൾ ധാരാളം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോവാം, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോവാം. അവിടെ പോയിട്ട് പാലഭിഷേകം കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കർമ്മത്തിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതുപോലുള്ള പൂജകളും ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഉത്തര നക്ഷത്രത്തിൻ്റെ ആൾക്കാർക്ക്, അതിൽ കന്നിയിൽ പെടുന്നവർക്കും ആയാലും ചിങ്ങത്തിൽ പെടുന്നവരായാലും. അങ്ങനെ ഈ ഒരു വർഷം വിഷ്ണുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകാനാണെങ്കിൽ ഏറ്റവും നല്ല ഫലങ്ങൾ കിട്ടും. അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ച് കന്നിക്കൂറിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ അത്ത നക്ഷത്രക്കാർക്ക് 7ാം ഭാവത്തിലാണ് ശനീശ്വരൻ വരുന്നത്. ഇത്ര നാൾ നമുക്ക് അവിടെ നിന്നിരുന്നത് 7ൽ രാഹു ആയിരുന്നു. അതും നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. 7ൽ രാഹു എപ്പോഴും നമുക്ക് ഇങ്ങനെ പതുക്കെ പോകുന്ന ഗ്രഹമായതുകൊണ്ട്. പക്ഷെ അത് വ്യാഴക്ഷേത്രത്തിലായിരുന്നു. ഇതും ശനി വന്ന് നിൽക്കുന്നത് വ്യാഴക്ഷേത്രത്തിലാണെങ്കിലും അത് കണ്ടകശനിയായി മാറി. അപ്പോൾ കണ്ടകശനി ആവുമ്പോൾ എപ്പോഴും നമുക്ക് എന്തൊരു കാര്യത്തിനും നിവർത്തിക്കാൻ ചെല്ലുമ്പോൾ അത് പകുതി നിവർത്തി സ്ഥാനം എന്നാണ് 7ാം ഭാവത്തിന് തന്നെ പറയാം. ഒരു വട്ടം പോകുന്നിടത്ത് 2 പ്രാവശ്യം പോകേണ്ടി വരും. അതേപോലെ രാഹു 12ൽ നിൽക്കുമ്പോൾ ആ രാഹുവിൻ്റെ ദോഷങ്ങളും നമ്മൾ വരികയാണ് ചെയ്യുന്നത്. 6ാം ഭാവത്തിൽ കേതു ആണെങ്കിൽ 12ൽ വരുവാണ്. അപ്പോൾ നിങ്ങളെപ്പോഴും ദേവീക്ഷേത്രവുമായി ബന്ധമാണ് ഇവിടെ ഏറ്റവും നല്ലത്. ശിവൻ്റെ അമ്പലത്തിലും ദേവീക്ഷേത്രത്തിലും, ദേവീക്ഷേത്രത്തിൽ പോയി ഈ തടസ്സങ്ങൾ മാറാനായിട്ട് ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന, ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ. പിന്നെ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് വല്ല ദേവീക്ഷേത്രത്തിൽ കൈവട്ടക കുരുതി എന്ന് പറയും. കൈവട്ടക കുരുതിയാണ്. അപ്പോൾ കുരുതി വെള്ളം കൊണ്ട് ഇങ്ങനെ എടുത്ത് ഒഴിക്കുക, അതാണ് ഈ കൈവട്ടക കുരുതി എന്ന് പറയുന്നത്. അത് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. എന്നുവെച്ചാൽ നമുക്ക് തടസ്സങ്ങളെ മാറാനാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് 7ൽ നിൽക്കുന്ന ശനി നമുക്കൊരു 5-6 മാസം പെട്ടെന്ന് ശനി മാർച്ച് 29-ാം തീയതി ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഫ്ലോയിൽ നടന്നിരുന്ന കാര്യങ്ങൾ പലതും നമുക്ക് ഇത്തിരി ദോഷമായിട്ട് വരുമ്പോൾ ഈ കുരുതിയൊക്കെ കൊടുത്താൽ ഏറ്റവും നല്ലതാണ്. ശിവക്ഷേത്രത്തിൽ പോവുക. പിന്നെ ഇവർക്ക് കർമ്മത്തിൽ വ്യാഴം വന്ന് നിൽക്കുന്നത്. അപ്പോൾ കർമ്മത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ 10ൽ വ്യാഴല്ലേ ഏറ്റവും നല്ല ഗ്രഹമാണ് എന്നൊക്കെ ചിന്തിക്കാം. പക്ഷെ അതത്ര ശോഭന ഫലങ്ങളൊന്നും നമുക്ക് തരുന്നില്ല. ഈ വ്യാഴത്തിന് വേണ്ടി നെയ്വിളക്ക് കൊടുക്കുക, അതേപോലെ തന്നെ മഞ്ഞപ്പട്ടിൽ പിടിപ്പണം കൊടുക്കുക. എന്നുവെച്ചാൽ കാര്യ തടസ്സങ്ങൾ വരുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എന്തെങ്കിലും കുറ്റങ്ങളോ ദോഷങ്ങളൊക്കെ ചെയ്യാമല്ലോ നമുക്ക്. അപ്പോൾ അതിന് ഒരു പിടിപ്പണം മഞ്ഞപ്പട്ടിൽ സമർപ്പിക്കുക ഭഗവാന്. അപ്പോൾ അതിലിപ്പോൾ ദൈവാധീനം നമുക്ക് നന്നായിട്ട് വരികയും ചെയ്യും. ഇതുപോലെ ദേവീക്ഷേത്രത്തിൽ പോവുക, പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക. ദേവി മഹാത്മ്യ പുസ്തകം പറ്റുന്നവർ നന്നായിട്ട് വായിക്കുക. അതിൽ 11-ാമത്തെ അധ്യായം നന്നായിട്ട് വായിക്കുക. ഏതെങ്കിലും ഒരു സന്ധ്യയിൽ ഒരു ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നെയ്വിളക്കൊക്കെ വെച്ച്
നമുക്ക് സ്വസ്ഥമായ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ ഒരു വർഷം ഏറ്റവും നല്ല ഫലമായിട്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും. പുറത്തേക്ക് വിദേശവാസം അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ, അങ്ങനെ പുറത്തേക്ക് പഠിക്കാനൊക്കെ പോകുന്ന കുട്ടികൾക്ക് ആദ്യം ഇത്തിരി തടസ്സമാണെങ്കിൽ അത് പോയാൽ നല്ലതാണ് കേട്ടോ, ഏറ്റവും നല്ലതായിട്ട് വരും. പിന്നെ 12ലാണ് കേതു നിൽക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ആദ്യം പൈസ കൊടുത്തിട്ടുള്ള പോക്കൊക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധിക്കും വേണം. അങ്ങനെ പോവാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. 12ലെ കേതു നമുക്ക് എല്ലാ ധനത്തെ കളയുന്നതാണ്. നമുക്ക് അതൊക്കെ നോക്കി ഇങ്ങോട്ട് വരുന്നത് വിസ വരുന്ന ജോബിൻ്റെ ഇതാണെങ്കിൽ അതാണ് വരുന്നിട്ട് ശേഷം നമുക്ക് പൈസ ധനം ഭാവം കൊടുത്തിട്ട് നമുക്ക് പോവാം. അപ്പം നല്ലതായിട്ട് ഈ അത്തം നക്ഷത്രക്കാർക്ക് വരുന്നതാണ്. ചിത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ച് അതുപോലെ ഈ കന്നിക്കൂറിൽ നിൽക്കുന്നതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7ാം ഭാവത്തിൽ തന്നെ ശനി വന്നു. രാഹു ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6ൽ വന്നു. 6ൽ രാഹുവിന് നമുക്ക് പ്രശ്നമില്ല. 12ാം ഭാവത്തിൽ കേതു കയറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹു കേതുവും ബാക്കിലേക്ക് പോകുന്ന വക്രഗതിയിലുള്ള ഗ്രഹങ്ങളാണ്. അപ്പോൾ ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവർ ഏറ്റവും നന്നായിട്ട് തന്നെ ഭഗവാനെ, അതായത് വിഷ്ണുവിനെ നന്നായിട്ട് ജപിക്കണം. വിഷ്ണു ക്ഷേത്രത്തിൽ പോകണം. വിഷ്ണുവിൻ്റെ 12 എന്താ പറയുക ഭാവങ്ങളിലുള്ള നാമങ്ങൾ ജപിക്കണം. 10ാം ഭാവത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. ഏറ്റവും നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുക. ഏറ്റവും നന്നായിട്ട് തന്നെ പ്രാർത്ഥിച്ചാൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു വർഷം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുക. പക്ഷേ കണ്ടകശനിയാണല്ലോ, കണ്ടകശനി വന്നു. അപ്പോൾ അത് ആ ശനിയുടെ തടസ്സം ആദ്യ കാലങ്ങളിൽ വരുന്ന തടസ്സങ്ങൾ ഉണ്ടാവും. ശിവൻ്റെ അമ്പലത്തിൽ പോവുക, ബില്ലുവാർച്ചന നടത്താം. ബില്ലുവാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂവളത്തിൻ്റെ ഇല, അതൊരു 3 ആയിട്ടാണ് നമ്മൾ അതിൻ്റെ പൊട്ടിച്ചെടുക്കുക, അല്ലാണ്ട് ഒരേ ഇതളല്ല. അങ്ങനെ അത് അർച്ചന ചെയ്യുക, ധാര കൊടുക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, പിന്നെ ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക, ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക. എല്ലാ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ വരുമ്പോൾ, പിന്നെ അപകടങ്ങൾ 12ലെ കേതു വരുമ്പോൾ അപകടങ്ങളെ ഉണ്ടാവും. വാഹനാദികളൊക്കെ കൊണ്ടുപോകുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. പിന്നെ 12ൽ കേതു നിൽക്കുക, അവിടെ ഈ നമ്മുടെ 6ാം ഭാവത്തിൽ രാഹു വന്ന് നിൽക്കുമ്പോൾ ശത്രുക്കൾ നിറയെ ഉണ്ടാവാൻ സാധ്യത. നമ്മളൊന്നിനും പോയില്ലെങ്കിൽ തന്നെ ഇങ്ങോട്ട് വരുന്ന ഒരു ഭാവം കൂടിയിട്ടായിട്ട് വരും. അപ്പം അതുകൊണ്ട് ചിത്തിര നക്ഷത്രക്കാർ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് ഈ ഒരു വർഷം. പക്ഷെ വ്യാഴത്തെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. വ്യാഴമാണ് സർവ്വ ഈശ്വരകാരകത്വമുള്ള ഗ്രഹം. അപ്പോൾ വ്യാഴത്തെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ശനീശ്വരൻ്റെ നമ്മുടെ കർമ്മത്തെ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ ശനി നമുക്ക് നല്ലത് തരും. 7ലെ ശനിയാണെങ്കിലും കർമ്മത്തിൽ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 7ലെ ശനി ഏറ്റവും നല്ല ഒരു ഭാവത്തെ നമുക്ക് തരുന്നതാണ്. അതാണ് ചിത്തിര നക്ഷത്രക്കാർക്ക് ഉള്ളത്. ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവർക്ക് 6ലാണ് ശനി വന്ന് നിൽക്കുന്നത്. 6ലേക്ക് 5ാം ഭാവത്തിലുണ്ടായിരുന്ന ശനീശ്വരൻ 6ലേക്കാണ് വരുന്നത്. 6ലെ ശനീശ്വരൻ നല്ലതാണ്. പാപഗ്രഹങ്ങൾക്ക് 6ാം ഭാവമൊക്കെ നല്ലതാണ്. അപ്പോൾ ഈ മീനൻ രാശിയിലാണ്, അതുകൊണ്ട് ശനി മീനത്തിൽ നിൽക്കുന്നത് ചോദ്യ നക്ഷത്രക്കാർക്ക് നല്ലതാണ്. പിന്നെ അവർക്ക് അഷ്ടമത്തിലായിരുന്നു അവരുടെ വ്യാഴം നിന്നിരുന്നത്, അത് 9ാം ഭാവത്തിലേക്ക് മാറുന്നുണ്ട്. 9ലെ വ്യാഴം ഏറ്റവും നല്ല സമയമാണ് 9ാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നത്. അപ്പോൾ മെയ് മാസം 14-ാം തീയതിയാണല്ലോ വ്യാഴത്തിൻ്റെ മാറ്റം. പക്ഷേ ശനി മാർച്ച് 29-ാം തീയതി നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ എത്ര ശത്രുക്കളുണ്ടെങ്കിലും അവരെയൊക്കെ ജയിച്ച് വരാൻ പറ്റുന്നൊരു സമയമാണ് ഇപ്പം ഇനി വരുന്നത്. പക്ഷെ ഇവിടെ 5ാം ഭാവത്തിൽ രാഹു വന്നിട്ടുണ്ട്. അപ്പോൾ സന്താനങ്ങൾക്ക്, ഇപ്പം അതായത് ഈ ചോദ്യ നക്ഷത്രക്കാരുടെ സന്താന ഭാവങ്ങൾക്ക് ദോഷങ്ങൾ ദുരിതങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കണം. അതിൽ പക്ഷേ 9ാം ഭാവം നമ്മുടെ സന്താന ഭാവമാണ്. 9ലാണെങ്കിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ പ്രതിസന്ധിയല്ല. എങ്കിലും ആ 9ാം ഭാവത്തിൽ നിന്ന് ഈ 5ലേക്ക് വ്യാഴം നോക്കുന്നുമുണ്ട് രാഹുവിനെ. ലഗ്നാല് 7, 8, 9 9ാം ഭാവത്തിലേക്ക് നോക്കുന്നത് കൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടല്ല. എന്നാലും ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒന്നും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ശനിയെ നന്നായിട്ട് ആരാധിക്കുകയും നമ്മുടെ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഭാഗ്യാധിപനായിട്ട് ഭാഗ്യത്തെ കൊടുത്ത് നമുക്ക് വ്യാഴം ഇവിടെ വന്ന് നിൽക്കുകയാണ് 9ൽ. അപ്പം ആ വ്യാഴനെ ഏറ്റവും നന്നായിട്ട് എടുക്കുക. ഉപാസനയൊക്കെ ചെയ്യുന്നവർക്കും നല്ലതാണ്. അപ്പോൾ രാഹു ജ്ഞാനത്തെ തരുന്നൊരു ഗ്രഹമാണ് രാഹു. പിന്നെ 11ലാണ് നമ്മുടെ കേതു വന്ന് നിൽക്കുന്നത്. രാഹു കേതു ഏതൊരു ഗ്രഹത്തിനും 11ാം ഭാവം ഏറ്റവും നല്ലൊരു ഭാവമാണ്. അപ്പോൾ ആ 11ാം ഭാവത്തിൽ വരുമ്പോഴും ഏറ്റവും നല്ലതായിട്ട് നിങ്ങൾക്ക് അഷ്ടമത്തിലെ വ്യാഴത്തിൻ്റെ മാറ്റമൊക്കെ കഴിഞ്ഞ് ഒരു ആശ്വാസം കിട്ടുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷം. അപ്പോൾ ചോദ്യ നക്ഷത്രക്കാർ വ്യാഴത്തെ നന്നായിട്ട് ഭജിക്കുക. അതേപോലെ തന്നെ
ദേവീക്ഷേത്രത്തിൽ പോവാം. ദേവീക്ഷേത്രത്തിൽ പോയിട്ട് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യാം. ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക. വ്യാഴത്തെ നന്നായിട്ട് ഭജിച്ചാൽ മതി. ഈ പ്രാവശ്യം ഈ ഒരു വർഷം ഏറ്റവും നല്ല ഫലങ്ങളാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് വരുന്നത്. വിശാഖ നക്ഷത്രം. വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് തുലാരാശിയിൽ ഉള്ളവരും ഉണ്ട്, വൃശ്ചിക രാശിയിലുള്ളവരും ഉണ്ട്. അപ്പോൾ തുലാരാശിയിലുള്ളവർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്. അവർക്ക് 5 രാഹു വന്നു, 9-ാം ഭാവത്തിൽ വ്യാഴവും വന്നു. അപ്പോൾ ഈ 9-ൽ നിൽക്കുന്ന വ്യാഴം തന്നെ ഈ 5-ലേക്കും ദൃഷ്ടിയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ 5-ൻ്റേതായിട്ടുള്ള രാഹുവിൻ്റെ ദോഷമൊന്നും വരുന്നില്ല. ഉപാസന മൂർത്തികൾ, അങ്ങനെ ജ്ഞാനത്തെ തരുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഉപാസനയൊക്കെ ഏറ്റവും നന്നായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ 6-ാം ഭാവത്തിൽ ശനി വരുന്നു. 6-ലെ ശനി എപ്പോഴും നല്ലതാണ്. ശനീശ്വരൻ നമുക്ക് ദോഷങ്ങളൊന്നുമില്ല. എത്ര ശത്രുക്കളുണ്ടെങ്കിലും അവർക്ക് അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ തുലാരാശിയിൽ നിൽക്കുന്ന വിശാഖ നക്ഷത്രം. ഇനി വൃശ്ചിക രാശിയിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ അഷ്ടമത്തിലേക്കാണ് നമ്മുടെ വ്യാഴം പോയത്. ഈ അഷ്ടമത്തിൽ വ്യാഴം പോവുകയും 4-ൽ രാഹു വരികയും 5-ൽ ശനി വരികയും ചെയ്തു. അവർക്ക് ഇത്തിരി ദോഷമാണ്. അപ്പം 4-ൽ രാഹു വരിക, 10-ാം ഭാവത്തിൽ കേതു വരികയാണ്. കേതു അപ്പോൾ 4-ും 10-ലും കേതു വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ എന്നെന്നും പ്രശ്നങ്ങളുണ്ടായിരിക്കും. ഒരാൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് രോഗങ്ങളുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ വഴക്കുകൾ ഉണ്ടാക്കാം. അതൊക്കെ ഈ ആയിട്ടുണ്ടാവും. അപ്പോൾ കുടുംബക്ഷേത്രത്തിലെ ദേവതകളെ നന്നായിട്ട് ആരാധിക്കാം ഈ വൃശ്ചിക രാശിയിലുള്ള വിശാഖ നക്ഷത്രക്കാരെ. അപ്പോൾ ഈ വിശാഖ നക്ഷത്രത്തിന് 2 കൂറിൽ 2 തരത്തിലാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശാഖ നക്ഷത്രക്കാർ കുടുംബക്ഷേത്രത്തിലെ ദേവതകളെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, വ്യാഴനെ നന്നായിട്ട് വയ്ക്കുക. അപ്പോൾ കേതു 10-ലുള്ളവർ കർമ്മവുമായി ബന്ധപ്പെട്ട് ആരോട് എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടെങ്കിൽ സംസാരം വളരെ കുറയ്ക്കുക. അതാണ് ഏറ്റവും ഉത്തമം. ഇതിൽ നമ്മൾ എന്ത് കണ്ടാലും പ്രതികരിക്കാൻ നമ്മൾ നിൽക്കാതെ, വൃശ്ചിക രാശി എന്ന് പറഞ്ഞാൽ ചൊവ്വയുടെ രാശിയാണ്. അപ്പം പെട്ടെന്ന് പ്രതികരിക്കുന്നവരാണ്. അപ്പോൾ പ്രതികരിക്കാതെ നിന്നുകൊണ്ട് നമ്മൾ ആലോചിച്ച് തീരുമാനമെടുക്കുക. ആ ആലോചനയാണ് നമുക്ക് ഏറ്റവും നല്ലതായിട്ട് വരിക. അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴായതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, മഞ്ഞപ്പട്ടിൽ പിടിപ്പണം സമർപ്പിക്കുക. എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും പോയിട്ട് നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക. ദേവിക്ക്, അതായത് വൃശ്ചിക രാശി ചൊവ്വയുടെ രാശി ആയതുകൊണ്ട് ദേവീ ക്ഷേത്രത്തിൽ പോവുക. കർമ്മ തടസ്സങ്ങൾ ധാരാളം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കർമ്മത്തിൽ മാറ്റങ്ങൾ വരാൻ ചെത്തിപ്പൂ നാര് കളഞ്ഞ് ജയദുർഗ മന്ത്രം കൊണ്ട് കർമ്മം ചെയ്യുക. അതായത് 36 പ്രാവശ്യം 7 ദിവസമായിട്ടോ അല്ലെങ്കിൽ ചൊവ്വയും വെള്ളിയും ആയിട്ടോ അങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ തടസ്സങ്ങൾ മാറിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതാണ് വിശാഖ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം നമുക്ക് പറയാനുള്ളത്. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനിഴ നക്ഷത്രക്കാർ വൃശ്ചിക രാശിയിലുള്ളവർ തന്നെയാണ്. അപ്പോൾ അവർക്ക് 4-ാം ഭാവത്തിലേക്കാണ് രാഹു വരുന്നത്, 5-ലേക്കാണ് ശനി വരുന്നത്, അഷ്ടമത്തിലാണ് നമ്മുടെ വ്യാഴവും മാറുന്നത്. അപ്പോൾ അനിഴ നക്ഷത്രക്കാർക്ക് 10-ാം ഭാവത്തിൽ കർമ്മമൊക്കെ ഇപ്പോൾ ഇത്തിരി നല്ല രീതിയിലാണ്. 2024 ഇത്തിരി വലിയ പ്രതിസന്ധി ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ പോയിരുന്നു. പെട്ടെന്ന് മാർച്ച് കഴിയുമ്പോൾ നമുക്കൊരു മാറ്റങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പേടിക്കേണ്ടതില്ല. നമ്മുടെ കർമ്മഭാവത്തെ വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ 4-ൽ വീട്ടിൽ പല പ്രതിസന്ധികളും ഉണ്ടാവും. ഒരാൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് രോഗങ്ങൾ വരാം. പിന്നെ വീട് പുതുക്കാൻ തോന്നും നമുക്ക്. വീട്ടിലിപ്പോൾ ഓരോ ആചാര്യന്മാർ വരുമ്പോൾ നമുക്കത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞാൽ അതിലേക്കൊക്കെ കുറേ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം അതൊക്കെ ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ 4-ാം ഭാവത്തിൽ രാഹുവാണ്. പെട്ടെന്ന് ഒരു എടുത്തുചാട്ടം നമ്മളിൽ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ കുട്ടികളെ ആയാലും ഇപ്പോൾ നമ്മളാണെങ്കിലും വലിയവരാണെങ്കിലും വിദേശത്തേക്കൊക്കെ പോകുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് പെട്ടെന്നൊരു എടുത്തുചാട്ടം നമുക്ക് വരും. ആ എടുത്തുചാട്ടമൊക്കെ മാറിയിട്ട് വളരെ ശ്രദ്ധിച്ച് ആലോചിച്ച് 1-2 ദിവസം ആലോചിച്ച് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വരികയാണെങ്കിൽ ഇന്ന് വേണ്ട, 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിച്ച് നമുക്ക് ആൻസർ പറയാനായിട്ട് സാധിക്കണം. അത് പറ്റണം. അതാണ് അനിഴ നക്ഷത്രക്കാർ ഈ പ്രാവശ്യം ചെയ്യേണ്ടത്. അതേപോലെ ശിവക്ഷേത്രത്തിൽ പോവാം, പിന്നെ മുന്നിലും വിളക്ക് കൊടുക്കുക. ദേവി ക്ഷേത്രത്തിൽ പോയിട്ട് ജയദുർഗ മന്ത്രം കൊണ്ട് കർമ്മം ചെയ്യുക. അഷ്ടമത്തിലാണ് നമുക്ക് വ്യാഴം നിൽക്കുന്നത് കൊണ്ട് ആ അഷ്ടമത്തിലെ വ്യാഴത്തിന്, അതായത് വിഷ്ണു ക്ഷേത്രത്തിൽ പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക. ഇതൊക്കെയാണ് ചെയ്യാവുന്നത്. വാക്ക് വളരെ ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ ഇവിടെ കർമ്മഭാവത്തിൽ കേതു നിൽക്കുകയാണ്. അപ്പോൾ കുറേ സ്റ്റാഫുകളൊക്കെ വെച്ചിട്ട് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരോടൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ അതും നമുക്ക് ദോഷത്തെ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെന്നെനിക്ക് അനിഴ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം നന്നായിട്ട് തന്നെ പോകാനായിട്ട് സാധിക്കും. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് 4-ലേക്കാണ് രാഹുവിൻ്റെ വരവ്.
രാഹു 4-ലും 5-ാം ഭാവത്തിൽ ശനീശ്വരനും വരികയാണ്. അതേപോലെ തന്നെ വ്യാഴം നിൽക്കുന്നതാണെങ്കിൽ അഷ്ടമത്തിലാണ്. അഷ്ടമത്തിൽ വ്യാഴം നിന്നതുകൊണ്ട് നമുക്ക് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ കുറച്ചൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. എന്ന് വെച്ചാൽ ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം 2-ലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത് കടമാണെങ്കിലും കിട്ടുന്നു. അതായത് നമ്മൾ ധനമല്ലെങ്കിലും വേറൊരാളോട് ചോദിച്ചാലും നമ്മുടെ കാര്യങ്ങൾ നടത്താനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേതു 10-ലാണ് വരുന്നത്. അപ്പോൾ സ്റ്റാഫുകളൊക്കെ വെച്ചിട്ട് കർമ്മഭാവം ചെയ്യുന്നവരാണെങ്കിൽ ആ സ്റ്റാഫുകളുടെ അടുത്ത് പെട്ടെന്ന് ദേഷ്യപ്പെടും. അഗ്നിയുടെ നക്ഷത്രം കൂടിയാണ് തൃക്കേട്ട നക്ഷത്രം. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് വരുന്ന ദേഷ്യത്തെയൊക്കെ നമുക്ക് കുറയ്ക്കണം. അതിന് നമ്മൾ ഇത്തിരി മൗനവ്രതം എടുക്കുക, കുറച്ച് നേരം മിണ്ടാതിരിക്കുക, സ്വസ്ഥമായ മനസ്സുണ്ടാക്കുക, ഫോണൊക്കെ സൈലൻറ്റിൽ വെച്ചിട്ട് കുറച്ച് നേരം റിലാക്സ് ആയിട്ടിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ സ്റ്റാഫുകൾ, നമുക്ക് കർമ്മം വേണം, ജോലി ചെയ്താൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. അപ്പോൾ സ്റ്റാഫുകളിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ വന്നാൽ നിങ്ങൾക്ക് തന്നെ മുന്നോട്ട് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നെ 5-ാം ഭാവത്തിൽ ശനി വരുമ്പോൾ ജ്ഞാനത്തെ തരും. നമ്മൾ ഏത് ദേവതകളെയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവരെ ഏറ്റവും കൂടുതൽ നല്ല ഭാവത്തിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ കൂടെ തന്നെ നിർത്താം. നമ്മൾ എന്തിനു പോകുമ്പോഴും ആ ദേവീനെ സ്മരിച്ച് നമ്മൾ മുന്നോട്ട് പോവാം. നിങ്ങളിപ്പോൾ ശിവനെയാണ് ഏറ്റവും കൂടുതൽ ഭജിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ശനീശ്വരനെ നന്നായിട്ട് ഭജിച്ച് മുന്നോട്ട് പോവാം. പിന്നെ കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം. കുടുംബം എന്ന് വെച്ചാൽ 4 രാഹു വരുമ്പോൾ കുടുംബത്ത് കലഹം ഉണ്ടാവാൻ നല്ല സാധ്യതയാണ്. അപ്പോൾ കുടുംബക്ഷേത്രത്തിലെ ദേവതകൾക്ക് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക. ആ ക്ഷേത്രത്തിൽ ഉത്സവാദി കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ മുന്നിൽ നിന്ന് കർമ്മങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. പറ്റത്തക്ക നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് നമ്മൾ കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കണം. പിന്നെ അവിടെ മൂർത്തികളായ ഇപ്പോൾ ശൈവമൂർത്തികളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ കുടിവെപ്പ് സമ്പ്രദായത്തിൽ. അപ്പോൾ ആ മൂർത്തികൾക്ക് പറ്റത്തക്ക വഴിപാട് ചെയ്യുക, അവരെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മുടെ 4-ാം ഭാവത്തിൽ നമ്മുടെ കുടുംബ ക്ഷേത്രത്തിൽ നമുക്ക് ഒരു നല്ലത് കിട്ടും. അപ്പോൾ അവരുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു പ്രാവശ്യം പറ്റും. ഉപാസനയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഉപാസന എടുക്കുക. കുട്ടികളൊക്കെ പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ അവിടെ വിദേശത്ത് ജോലി നോക്കുന്നവരൊക്കെ ആണെങ്കിൽ ദേവീ ക്ഷേത്രത്തിൽ പോവാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൃശ്ചിക രാശിയാണ്, ചൊവ്വയുടെ രാശിയാണ്. ദേവീ ക്ഷേത്രത്തിൽ പോയി ചെത്തിപ്പൂവിനകത്ത് നാര് കളഞ്ഞ് ജയദുർഗ മന്ത്രം കൊണ്ട് 7 ദിവസം അടുപ്പിച്ച് ഭദ്രകാളി സ്വരൂപിണിയായ ദേവത വേണം അവിടെ പോയിട്ട് കർമ്മം ചെയ്താലായിട്ട് ആ കർമ്മ തടസ്സങ്ങൾ മാറിക്കിട്ടും. നിങ്ങൾക്ക് 7 ദിവസം മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. അത് നല്ലൊരു പൂജാരിനെ കണ്ട് അവരെ കയ്യിൽ ഏൽപ്പിക്കുക. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം മറ്റുള്ള തടസ്സങ്ങളൊക്കെ മാറ്റി നിർത്തി കർമ്മത്തിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. ഈ പറയുന്ന വഴിപാടുകളൊക്കെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി സ്വസ്ഥമായ മനസ്സോടുകൂടി ചെയ്യാം. ഇത് എടുത്തെടുത്ത് പറയുന്നത് ഈ വൃശ്ചിക രാശിക്കാരായതുകൊണ്ടും ഈ തൃക്കേട്ട നക്ഷത്രം അഗ്നിയുടെ നക്ഷത്രമായതുകൊണ്ടാണ്. അപ്പം നന്നായിട്ട് തന്നെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ലതാണ് ഈ ഒരു പ്രാവശ്യം. മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം വരുന്നത് 7-ാം ഭാവത്തിലാണ്. 7-ാം ഭാവത്തിൽ വ്യാഴം വരുന്നത് ഏറ്റവും നല്ലതല്ലേ. നിവർത്തി സ്ഥാനത്ത് വ്യാഴമാണ് വരുന്നത്. അപ്പോൾ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും വ്യാഴം നന്നായി എല്ലാം നന്നായി, അതാണല്ലോ പറയാം. സർവ്വ ഈശ്വരകാരകത്വം വ്യാഴത്തിനുണ്ട്. പക്ഷെ 3-ൽ രാഹുവാണ്. 3-ൽ രാഹുവിനും നല്ലൊരു ഭാവമാണ്. 3-ൽ രാഹു ആത്മീയമായിട്ടുള്ള ജ്ഞാനത്തെ മാത്രമല്ല നിഗൂഢമായ ശാസ്ത്രങ്ങളെ പഠിപ്പിക്കും. നമ്മളൊരു പുതിയ മേഖലയിലേക്ക് മാറ്റങ്ങൾ വരുത്തും. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ 3-ലെ രാഹു എപ്പോഴും നമ്മൾ അറിയപ്പെടാത്തൊരു മേഖലയിലേക്ക് പോയാലും അവിടെ നമ്മൾ സക്സസ് ആവും. ഒരു നിഗൂഢതയുണ്ട്, അത് പഠിക്കണം. ഒരു നിഗൂഢതയുള്ള ആളാണ് രാഹു. അതും ശനിയുടെ ബന്ധവുമുള്ള രാഹുവാണ്. അപ്പോൾ ശനി ക്ഷേത്രത്തിൽ നിൽക്കുന്നതാണ്. നിങ്ങൾ നന്നായിട്ട് ഈ മൂലനക്ഷത്രക്കാരൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ വ്യാഴൻ്റെ സപ്പോർട്ടും ഉണ്ട്, നമുക്ക് രാഹുവും നന്നായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഇവിടെ ശനീശ്വരൻ 4-ലാണ് വന്നത്, കണ്ടകനായിക്കൊണ്ട് 4-ൽ വന്നു. അത് വ്യാഴക്ഷേത്രത്തിലായതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും 2 നക്ഷത്രക്കാർ 2 ഗ്രഹങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ശനിയെ നന്നായിട്ട് പ്രീതിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഭാഷകൾ പഠിക്കാം, നിഗൂഢമായ ശാസ്ത്രങ്ങൾ പഠിക്കാൻ പറ്റും. പിന്നെ കുട്ടികളാണെങ്കിൽ വിദേശത്ത് പോയിട്ട് പുതിയ ഭാഷകൾ പഠിക്കാനും അവിടെ ഒരു പുതിയ ജോലിക്ക് ഒക്കെ പോകാനായിട്ട് ഈ മൂലനക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്. പുതിയൊരു ജോലിയിൽ വന്ന് പെട്ടെന്ന് ഒരു 2 മാസം കൊണ്ട് എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് പെട്ടെന്ന് സാധിക്കുന്ന ഒരു സമയമാണിത്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വർഷം, അതായത് 2025 തന്നെ നമുക്ക് 25 അല്ല 1.5 വർഷമാണ് രാഹു ഇവിടെ നിൽക്കുന്നത്. 1 വർഷക്കാലം നമുക്ക് വ്യാഴം ഇവിടെയുണ്ട്. ശനി മാത്രമാണ് നമുക്ക് 2.5 വർഷം നിൽക്കുന്നത്. അപ്പോൾ കണ്ടകശനിയാണ് അത് ശരി.
കണ്ടകശനി ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും, പക്ഷേ ഇത്രയും 2 ഗ്രഹങ്ങൾ നമുക്ക് ഏറ്റവും നല്ല ഫലങ്ങളാണ് ചെയ്തു തരിക. അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ശനീശ്വരനെ പ്രീതിപ്പെടുത്താം. ശിവൻ്റെ അമ്പലത്തിൽ പോവുക, പിൻവിളക്ക് ധാര കൊടുക്കുക. ഈ കാല് സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ വരുത്തും ശനി. എന്നുവെച്ചാൽ പാദത്തിലാണല്ലോ പോയി നിൽക്കുന്നത്. മീനൻ രാശി പാദരാശിയാണ്. അപ്പോൾ ആ പാദത്തിൽ പോയി നിൽക്കുമ്പോൾ കാലിൻ്റെ അടിയിൽ വേദന എടുക്കുക, ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കുക. ഇതൊക്കെ ചെയ്യുകയാണെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഡോക്ടറെ കാണിക്കുക, മരുന്ന് കഴിക്കുക, എന്നിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ മൂല നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ലൊരു സമയം ആയിട്ടാണ് വരുന്നത്. പൂരാട നക്ഷത്രക്കാർക്കും 7ലാണ് വ്യാഴം വന്നത്. നിവർത്തി സ്ഥാനത്ത് വ്യാഴമാണ് വന്നേക്കുന്നത്. 3-ാം ഭാവത്തിൽ രാഹു, 4-ൽ ശനീശ്വരൻ വന്നു. അപ്പോൾ നിവർത്തി സ്ഥാനത്ത് തന്നെ വ്യാഴം നിൽക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നിവർത്തി ചെയ്ത് തരണം എന്നാണ് പറയുക. അത് ലഗ്നാധിപനും കൂടിയിട്ടാണ്. അതായത് പൂരാട നക്ഷത്രത്തിൻ്റെ നിൽക്കുന്ന രാശിയും കൂടിയാണ് വ്യാഴം. 7-ലെ വ്യാഴം നമുക്ക് ഏറ്റവും നല്ല ശോഭന ഫലമാണ് തരിക. പക്ഷേ ഈ വ്യാഴം നമുക്ക് 7-ൽ നിൽക്കുന്നതാണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്ക്, അതായത് ശനി 4-ൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഇതിപ്പോൾ ശരിയാവും എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ശനീശ്വരത്തിൽ തടസ്സങ്ങൾ വരുത്തും. അപ്പം ശനിയെ തന്നെ നമ്മൾ പ്രീതിപ്പെടുത്താം. ശനീശ്വരനെ തന്നെ നമ്മൾ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോവാം. അതേപോലെ കുട്ടികൾക്കാണെങ്കിലും വിദേശവാസത്തേക്ക് പോകാനും, നമുക്കാണെങ്കിലും അതായത് വലിയവർക്കാണെങ്കിലും അവിടെ പോയിട്ട് ജോലി ഇത് അന്വേഷിച്ചൊക്കെ നടക്കുന്നവർക്കാണെങ്കിലും വലിയ അലസതയില്ലാതെ നമുക്ക് കാര്യങ്ങൾ നിവർത്തിക്കാൻ പറ്റും. ദേവീക്ഷേത്രത്തിൽ പോവാം, ദേവിക്ക് ലളിത സഹസ്രനാമ അർച്ചന ചെയ്യിപ്പിക്കുക. ദേവി മാഹാത്മ്യം നമുക്ക് 11-ാമത്തെ അധ്യായം ഒരു 7 ദിവസമെങ്കിലും നിങ്ങൾ നെയ്വിളക്ക് വെച്ചിട്ട് കൃത്യമായിട്ട് പാരായണം ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം വരും. 41 ദിവസം പാരായണം ചെയ്യുന്നതാണ് പറയുക. 41 ദിവസം നെയ്വിളക്ക് വെച്ച് വീട്ടിൽ തന്നെ ദേവി മാഹാത്മ്യ പുസ്തകത്തിൻ്റെ 11-ാമത്തെ അധ്യായം പ്രാർത്ഥിച്ചാലേ നമുക്ക് എന്ത് തടസ്സങ്ങൾ എന്തെങ്കിലും ദേവി മാറ്റിത്തരുന്നാണ് പ്രമാണം പറയുന്നത്. അങ്ങനെ തന്നെയാണ്. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയാനായിട്ട് നമുക്കറിയാനായിട്ട് സാധിക്കും. പൂരാട നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ല സമയമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ വഴിപാടുകളൊക്കെ ചെയ്യുകയും വേണം. നമ്മൾ പ്രാർത്ഥിക്കും വേണം. നമ്മുടെ കർമ്മത്തെ നോക്കും വേണം. കർമ്മം ആണല്ലോ, ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞതല്ല, കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. പിന്നെ അതിൽ 9-ാം ഭാവത്തിലാണ് കേതു വന്ന് നിൽക്കുന്നത്. കേതു 9-ൽ വന്നതുകൊണ്ട് നമുക്ക് ഭാഗ്യത്തെ കുറയ്ക്കുന്നുണ്ട്. ഭാഗ്യഭാവത്തെ ഇത്തിരി കുറയ്ക്കും. ഞാൻ പറഞ്ഞല്ലോ, ശനി ഇവിടെ 4 തടസ്സങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ 9-ൽ ആ ഭാഗ്യത്തെ ഇത്തിരി കുറയ്ക്കുന്നുണ്ടെങ്കിൽ ജ്ഞാനത്തെ തരുന്ന ഒരു ഗ്രഹമാണ് കേതു. അപ്പോൾ ഈ രാഹു കേതു 3-ലും 9-ലാവുമ്പോൾ നമുക്ക് ഉപാസനയൊക്കെ ഉള്ളവർക്ക് നല്ല ജ്ഞാനം കിട്ടും. ഉപാസനാ ദേവതകളെ നന്നായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും നമ്മുടെ ഉപബോധ മനസ്സിൽ വേറൊരു രൂപങ്ങളൊക്കെ വരുന്നത്. അപ്പം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്ക് നിഗൂഢമായ ശാസ്ത്രങ്ങളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഭാഷകൾ പഠിക്കാനൊക്കെ പറ്റുന്ന ഒരു സമയമാണ്. ഇതറിഞ്ഞുകൊണ്ട് ഈ പൂരാട നക്ഷത്രക്കാർ ഏറ്റവും നന്നായിട്ട് തന്നെ കർമ്മത്തെ ശ്രദ്ധിക്കുക. വ്യാഴനും ശനീശ്വരനൊക്കെ പ്രീതി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വർഷം ഏറ്റവും നല്ല ശോഭന ഫലങ്ങൾ തന്നെ നമുക്ക് ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഉത്രാട നക്ഷത്രത്തിന് ധനുരാശിയിലുണ്ട് കുറച്ച്, പിന്നെ മകരം രാശിയിലുണ്ട്. അപ്പോൾ ധനുരാശിയിലിരിക്കുന്ന ഉത്രാട നക്ഷത്രക്കാർക്ക് 7-ലാണ് വ്യാഴം വന്നിരിക്കുന്നത്. 3-ൽ രാഹു വന്നു. 4-ാം ഭാവത്തിൽ കണ്ടകശനി ആയിക്കൊണ്ട് അവർക്ക് ശനീശ്വരൻ വന്നു 4-ാം ഭാവത്തിൽ. പക്ഷെ മകരം രാശിയിലെ ഉത്രാട നക്ഷത്രക്കാർക്ക് 2-ാം ഭാവത്തിൽ രാഹു നിൽക്കുകയും 3-ാം ഭാവത്തിൽ ശനീശ്വരൻ നിൽക്കുക. അവരുടെ 7ര ശനി കഴിയാണ്. ഉത്രാട നക്ഷത്രക്കാർ 2 കൂറിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ മകരം രാശിയിൽ നിൽക്കുന്നവർക്ക് 7ര ശനി, അതായത് മാർച്ച് 29-ാം തീയതിയോട് കൂടി അവർ 7ര ശനി കഴിഞ്ഞു. ആ ശനി കഴിഞ്ഞ് അവർക്ക് 3-ാം ഭാവത്തിൽ ശനീശ്വരൻ നിൽക്കുകയാണ്. 3-ൽ ശനി നിൽക്കുമ്പോൾ മുടിവെച്ച് വാഴുമെന്നാണ് പറയുക പ്രമാണം അനുസരിച്ച്. പക്ഷെ ഇതൊരു ഗോചരാവസ്ഥയാണ്. ജാതകത്തിലൊക്കെയാണ് 3-ൽ ശനി നിൽക്കുമ്പോൾ ഏറ്റവും നല്ല പോലെ കിരീടം വെച്ച പോലെ ഇരിക്കും, മുടി വെച്ച് വാഴും എന്നൊക്കെ നമ്മൾ പറയാം കൂടുതലായിട്ട്. പക്ഷെ ഇത് ഗോചരാണ്. പിന്നെ 2-ലാണ് രാഹു നിൽക്കുന്നത്. 2-ാം ഭാവം നിധി, കോശം, ധനം, വാക്കാണ്. ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം മേടിക്കാനൊക്കെ പോകുമ്പോൾ വളരെ 1, 2, 3 പ്രാവശ്യം ചിന്തിച്ച് ചെയ്യാം. നല്ലൊരു സമയം തന്നെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 7ര ശനിയൊക്കെ കഴിഞ്ഞു, നല്ലൊരു ഭാവത്തിലേക്ക് നമ്മൾ എത്തിപ്പോരുകയാണ്. പക്ഷെ ഇവിടെ വ്യാഴം നമുക്ക് 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ ധനുരാശിയിൽ നിൽക്കുന്ന ഉത്രാട നക്ഷത്രക്കാർക്ക് 7-ലും മകരം രാശിയിൽ നിൽക്കുന്നവർക്ക് 6-ലുമാണ് നിൽക്കുന്നത്. അപ്പോൾ 2 ഭാവത്തിൽ നിൽക്കുന്നവർക്ക് ഇത്തിരി വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ധനുരാശിയിൽ നിൽക്കുമ്പോൾ കണ്ടകശനിയായി, പക്ഷെ ഇവർക്ക് 3-ൽ ശനിയാണ്.
അപ്പോൾ ഈ ഉത്രാട നക്ഷത്രക്കാർ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ അല്ലെങ്കിൽ അതൊന്നും പ്രശ്നമല്ല. അവർ അതൊക്കെ തുടങ്ങി ഏഴര ശനിയുടെ കാലഘട്ടത്തിൽ ശനീശ്വരൻ കുറേ അനുഭവങ്ങളൊക്കെ തന്ന് നമ്മൾ പഠിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. 7.5 വർഷമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 7.5 വർഷം നമ്മൾ പഠിച്ച പാഠങ്ങൾ തന്നെയാണ് നമ്മുടെ അനുഭവങ്ങൾ ഉണ്ടാക്കി തരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്രാട നക്ഷത്രക്കാർ വളരെ സൂക്ഷിച്ചുകൊണ്ട് ഈ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, വിഷ്ണുവിന് പറ്റത്തക്ക വഴിപാടുകൾ കൊടുക്കുക. പിന്നെ രാഹു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഷേഡോ ആണ്. നമുക്കൊരു പെട്ടെന്നുണ്ടാവുന്ന ഒരു കാര്യം കേൾക്കുമ്പോൾ എടുത്തു ചാടും. പിന്നെ വാക്കുകളൊക്കെ വളരെ സൂക്ഷിക്കുക. പിന്നെ ഇവിടെ അവർക്ക് മകരക്കൂറുകാർക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ അഷ്ടമത്തിലാണ് കേതു നിൽക്കുന്നത്. അപ്പോൾ വാഹനാദികളൊക്കെ കൊണ്ടുപോകുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഇവിടെ ധനുക്കൂറിലാണെങ്കിൽ 9ലാണ്. അവർക്ക് വലിയ പ്രതിസന്ധി ഇല്ലെങ്കിലും മകരക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമുണ്ട്. നന്നായിട്ട് ദൈവത്തിന്, അതായത് വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, കുടുംബക്ഷേത്രത്തിൽ പോവുക, പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക. കർമ്മത്തിൽ മാത്രം ശ്രദ്ധിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർമ്മമാണ് ഏറ്റവും മുഖ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം നല്ലൊരു വർഷമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി തിരുവോണ നക്ഷത്രം. തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏഴര ശനി ഈ മാർച്ച് 29 കൂടി ഏഴര ശനി കഴിഞ്ഞു. പിന്നെ രാഹു ആണെങ്കിൽ 2ാം ഭാവത്തിൽ വന്നു. പെട്ടെന്ന് ദേഷ്യം വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും വാക്കുകൾ പറയുക, അതൊക്കെയാണ് രാഹു ചെയ്യിക്കുക. അതുപോലെ അവരോട് പറയും, ഇവരോട് പറയും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി പറയും. വേണമെന്ന് പറയുന്നതല്ല, അതൊക്കെ ഈ രാഹു ചെയ്യുന്ന ഓരോ സൂത്രങ്ങളാണ്. നമ്മൾ പെട്ടെന്ന് അവർ പറഞ്ഞ കാര്യം പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണ്. അപ്പം അതിലൂടെ നമുക്ക് കുറേ ശത്രുക്കളെ ഉണ്ടാക്കും. അപ്പോൾ തിരുവോണ നക്ഷത്രക്കാർ മാക്സിമം നമ്മൾ സംസാരം കുറയ്ക്കുക. ഇതാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഈ ഒരു വർഷം, ഈ 1.5 വർഷം രാഹു അവിടെ ഉണ്ട്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊരു ധാരണ നമുക്ക് ഉണ്ടാവുമല്ലോ. പിന്നെ അഷ്ടമത്തിലാണ് കേതു വരുന്നത്. അഷ്ടമത്തിൽ കേതു അതും സൂര്യൻ്റെ ക്ഷേത്രത്തിലാണ്. അപ്പോൾ കേസ് സംബന്ധമായിട്ട് വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണം. അവർ കേസ്, കോടതി, വ്യവഹാരം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ 2ൽ രാഹു നിൽക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധനം കൊടുത്തു, നമ്മൾ കൊടുത്ത തിരുവോണ നക്ഷത്രക്കാർ കൊടുത്തത് തിരിച്ചു കിട്ടില്ല. പക്ഷെ നമ്മൾ വാങ്ങിയ പണം നമ്മൾ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നമുക്ക് ദോഷങ്ങളെയാണ് ഇവിടെ കേതു കൊണ്ടുവന്ന് തരിക. അപ്പോൾ അതൊക്കെ കൊടുക്കൽ വാങ്ങലുകളൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട്, ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ രീതി എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഈ നക്ഷത്രക്കാർക്ക് അത് മനസ്സിലാവും. അതനുസരിച്ച് മുന്നോട്ട് പോവാം. പിന്നെ ഏഴര ശനി കഴിഞ്ഞു, 3ൽ ശനി വന്ന് നിന്നു. ഏറ്റവും നല്ല ഭാവത്തിൽ 3ൽ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ വ്യാഴം നമുക്ക് 6ലേക്ക് പോകുന്നു. നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഭാവമാണ് 6ാം ഭാവം. അപ്പോൾ ഇവിടെ രാഹു വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ നിധിയാണ് നമുക്ക് ദോഷം ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് 6ലുള്ള രാഹു നിൽക്കുമ്പോൾ. അപ്പം കടങ്ങളെ ഉണ്ടാക്കും. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കടങ്ങളെ വാങ്ങിക്കൂട്ടണ്ട. ബാങ്ക് ലോണ് അങ്ങനത്തെയൊക്കെ വേണമെങ്കിൽ നമുക്ക് നോക്കാം. അതൊക്കെ നമുക്ക് ബാങ്ക് കിട്ടും. പക്ഷെ അടവുകളൊക്കെ വളരെ ശ്രദ്ധിക്കണം. നമുക്ക് നന്നായിട്ട് ശിവനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ദേവീക്ഷേത്രത്തിൽ പോവാം, പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക. അതേപോലെ വിഷ്ണുവിന് എല്ലാ വ്യാഴാഴ്ചയും പോയിട്ട് നെയ്വിളക്ക് കത്തിക്കുക, പിടിപ്പണം സമർപ്പിക്കുക. നമ്മൾ പെട്ടെന്ന് ഒരു ദേഷ്യത്തിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. പറഞ്ഞോ അറിയാണ്ടോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പിടിപ്പണം വെച്ച് നമസ്കരിക്കുമ്പോൾ അത് മാറുമെന്നാണ് പറയുക. അപ്പം അതൊക്കെ ഒന്ന് കൊടുക്കുക. പിന്നെ ഏറ്റവും ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്താൽ മതി. ഇപ്പോൾ ഗുരുവായൂർ തന്നെ പോയിട്ട് പിടിപ്പണം സമർപ്പിക്കണം എന്നൊന്നുമില്ല. നമ്മുടെ ചുറ്റുവട്ടത്ത് വിഷ്ണു ക്ഷേത്രമോ കൃഷ്ണൻ്റെ അമ്പലമോ ഉണ്ടെങ്കിൽ അവിടെ ചെയ്താലും മതി. അങ്ങനെയാണ് ഈ ഒരു വർഷം തിരുവോണ നക്ഷത്രക്കാർക്കുള്ളത്. അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2 ഇതിലാണ് പെടുന്നത്. അതായത് മകരത്തിലും പെടും, കുംഭത്തിലും ഉള്ളത്. അപ്പം മകരക്കാരെ സംബന്ധിച്ച് അവർക്ക് ഏഴര ശനി കഴിഞ്ഞു. പക്ഷെ കുംഭം ക്ഷേത്രത്തിൽ, അതായത് കുംഭൻ രാശിയിൽ നിൽക്കുന്ന അവിട്ടക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2ലേക്കാണ് പോകുന്നത്. അപ്പം ജന്മത്തിൽ നിൽക്കുന്ന ശനീശ്വരൻ 2ാം ഭാവത്തിലേക്കാണ് പോകുന്നത്. അപ്പം 2ാം ഭാവത്തിലേക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഇത്തിരി നാളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത്തിരി കൂടി ശ്രദ്ധിക്കണം. രാഹു ആണെന്നുണ്ടെങ്കിൽ ലഗ്നത്തിൽ വന്നു, ജന്മത്തിൽ തന്നെ വന്നു. അപ്പോൾ ദേഹ അസ്വസ്ഥതകൾ ധാരാളം ഉണ്ടാക്കും ഈ അവിട്ട നക്ഷത്രക്കാർക്ക്. അപ്പോൾ കുംഭത്തിൽ നിൽക്കുന്നവർക്ക്, മകരത്തിൽ നിൽക്കുന്നവർക്ക് ഏഴര ശനി കഴിയും. പക്ഷെ കുംഭത്തിൽ നിൽക്കുന്നവർക്ക് ഏഴര ശനിയുടെ 3ാം ഭാവത്തിലെത്തി. നമ്മൾ 3 ഭാവം 12ൽ പോയി, ജന്മത്തിൽ പോയി, 2ൽ പോയി. അപ്പോൾ 2ാം ഭാവത്തിൽ നിൽക്കുന്ന ശനീശ്വരനാണ്. പക്ഷെ രാഹു നമുക്ക് രോഗങ്ങളെ ഉണ്ടാക്കുന്നുണ്ട്.
സ്കിന്നിൽ എന്തെങ്കിലുമൊക്കെ ചൊറിച്ചിൽ അങ്ങനെയൊക്കെ വരുത്താൻ സാധ്യതയുണ്ട് രാഹു ജന്മത്തിൽ നിൽക്കുമ്പോൾ. അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ 7ൽ കേതുവാണ് വരിക. നിവർത്തി സ്ഥാനത്ത് ഭാര്യ ഭർത്താവ് ബന്ധങ്ങൾക്കൊക്കെ ഉലച്ചിൽ വരാനൊക്കെ ഒരു സാധ്യതയുണ്ട്, വളരെ ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ കോടതി വ്യവഹാരം അങ്ങനെയുള്ള കാര്യങ്ങൾ 7ൽ സൂര്യൻ്റെ ക്ഷേത്രം ആയതുകൊണ്ടാണ്. ആ സൂര്യൻ്റെ ക്ഷേത്രത്തിലാണ് നമുക്ക് കേതു വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക, കടം അങ്ങനെയുള്ള ഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ബ്ലോക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ പോയി അത് കറക്റ്റാക്കണം. പിന്നെ അവിട്ട നക്ഷത്രക്കാർക്ക് 5ലേക്കാണ് വ്യാഴം വരുന്നത്. അതൊരു നല്ല ഭാവമാണ്. ഇപ്പോൾ 2ൽ ശനി വന്നാലും 5ലേക്ക് വ്യാഴമുണ്ട്. സർവ്വ ഈശ്വരകാരകത്വം അവിടെ വരുന്നുണ്ട് കുംഭക്കൂറുകാർക്ക്. അപ്പോൾ ആ അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ 2 രാശിയിൽ പെടുന്നവരാണെങ്കിലും ഏറ്റവും അധികം വിഷ്ണുവിനെ തന്നെ ഭജിക്കുക. ഈ കേതു സൂര്യനാരായണൻ, അതായത് സൂര്യനാണല്ലോ, സൂര്യൻ്റെ ക്ഷേത്രത്തിൽ ഇപ്പോൾ സൂര്യനാരായണനെ ഭജിക്കുക. ശിവക്ഷേത്രത്തിൽ പോവുക, പിന്നിൽ മുന്നിൽ വിളക്ക് ധാര അതൊക്കെ കൊടുക്കുക. പിന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് പാലിൻ്റെ അഭിഷേകം കൊടുക്കുക. പാലഭിഷേകം പഞ്ചാമൃതത്തെക്കാളും കൂടുതൽ പാലഭിഷേകം കൊടുക്കുക. ഇപ്പോൾ കേതുവും രാഹുവിനും നമ്മൾ കറുത്ത പട്ട്, കറുത്ത ഉഴുന്ന് അതൊക്കെ സമർപ്പിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേതു രാഹുക്കൾക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അവിട്ട നക്ഷത്രക്കാർ വിദേശവാസത്തേക്കൊക്കെ പോകാൻ പറ്റൂട്ടാ. എന്നുവെച്ചാൽ രാഹു ആണല്ലോ കൂടെ. അപ്പോൾ രാഹു നമുക്ക് ഇവിടെ നിന്ന് വേഗം പുറത്തേക്ക് നമ്മളെ വിടും. അവിടെ പോയി നമുക്ക് കഷ്ടപ്പെടുത്തണം, അതാണ് കാര്യം. അപ്പോൾ വിദേശത്തേക്ക് എത്തുക എന്നുള്ളതാണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ എത്തുക. ആദ്യകാലങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലിയാണെങ്കിലും പിന്നെ നല്ലൊരു ജോലിയിലേക്ക് നമുക്ക് പറ്റും. എന്നുവെച്ചാൽ 5ലാണ് നമുക്കിവിടെ വ്യാഴം നിൽക്കുന്നത്. പിന്നെ രാഹുവിൻ്റെയൊക്കെ മന്ത്രം ജപിക്കുക. ചെറിയ നവഗ്രഹ സ്വസ്ത്രങ്ങളില്ലേ, അതിൽ രാഹുവിൻ്റെയും കേതുവിൻ്റെയൊക്കെ സ്വസ്ത്രം ജപിക്കുക. എന്നും രാവിലെ ഒരു ഇത്തിരി നേരം മതി അതിനൊക്കെ. അപ്പോൾ അത് ജപിക്കുക. ശനിക്ക് പറ്റത്തക്ക വഴിപാട് ചെയ്യുക. നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ പരദേവതകൾക്ക് പറ്റാവുന്ന സമയങ്ങളിൽ പോയി ഒന്ന് നമസ്കരിക്കുകയൊക്കെ ചെയ്യുക. അപ്പം നമ്മുടെ കർമ്മത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ മാറും. നമുക്ക് വിദേശത്താണെങ്കിലും നമ്മൾ എന്താണോ കർമ്മം ചെയ്യുന്നത് ആ കർമ്മ തടസ്സങ്ങൾ മാറാനാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്. ആ കർമ്മ തടസ്സം മാറാനായിട്ട് നമ്മുടെ കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെടുക, ദേവീക്ഷേത്രത്തിൽ പോവുക, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പറ്റത്തക്ക വഴിപാട് ചെയ്യുക, രാഹുകേതുവിൻ്റെ മന്ത്രം ജപിക്കുക. ചെറിയതാണ്, നവഗ്രഹ സ്വസ്ത്രം ഉണ്ട്. അതിൽ ഏറ്റവും ചെറിയ മന്ത്രങ്ങളാണ് രാഹുവിനും കേതുവിനും ഉള്ളത്. അത് നന്നായിട്ട് ഭജിച്ച ഈ അവിട്ട നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലൊരു ഫലമാണ് ഈ ഒരു വർഷം നമുക്ക് കിട്ടുന്നത്. ഈ ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ലഗ്നത്തിലേക്ക് രാഹു വരികയും 2ലേക്ക് ശനിയുടെ മാറ്റവും വരുന്നു. 5ലേക്ക് വ്യാഴത്തിൻ്റെ മാറ്റം. അപ്പം 5ലെ വ്യാഴമാണ് നമുക്ക് ഏറ്റവും നല്ലൊരു ഭാവം എന്ന് പറയുന്നത്. ഇവിടെ 7ാം ഭാവത്തിൽ കേതു വരുന്നുണ്ട് ചിങ്ങത്തിൽ. രാഹു മാറുമ്പോൾ തന്നെ കേതുവും മാറും ഇവിടെ. അപ്പോൾ ആ കേതു വരുമ്പോൾ നിവർത്തി സ്ഥാനത്ത് കേതു, അത് സിംഹരാശിയിലാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്ത് കാര്യം ഒരു ചെറിയ ബില്ലാണെങ്കിൽ പോലും അത് വളരെ സൂക്ഷിച്ചെടുത്ത് വെക്കണം. എന്തും നമുക്ക് കാണാതെ ആയി പോവുക, നമ്മൾ എവിടെ വെച്ചെന്ന് ഓർമ്മയില്ലാതെ ആയി പോവുക, അങ്ങനെയൊക്കെ വരാൻ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാഹു ആണല്ലോ. രാഹു കൂടെ വരുമ്പോൾ ഒന്നില്ലെങ്കിൽ എപ്പോഴും നമുക്ക് അലസത ഉണ്ടാക്കും, മടി ഉണ്ടാക്കും, ഒരു ഷേഡോ ഗ്രഹമാണ്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഊർജമായിട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വല്ലവരും പറഞ്ഞാൽ അതിൽ ആകർഷണത ഭയങ്കരമായിട്ട് കൂടും. ആകർഷത കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു കുഴിയിലേക്കാണ് നമ്മൾ വരിക. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. കൂട്ടുകാരൊക്കെ കൂടുമ്പോൾ ഇവരൊക്കെ പറയുമ്പോൾ നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കാതിരിക്കരുത്. എന്തൊരു വർത്തമാനമുണ്ടെങ്കിലും അത് ശ്രദ്ധിക്കണം. പക്ഷെ അത് എടുക്കുന്ന തീരുമാനങ്ങൾ 1-2 ദിവസം ആലോചിച്ച് തീരുമാനം എടുക്കണം. പിന്നെ സ്കിന്നിലെ രോഗം അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹു ജന്മത്തിൽ നിൽക്കുമ്പോൾ സ്കിന്നിലെ രോഗങ്ങൾ ഉണ്ടാവാം. പിന്നെ 2ാം ഭാവത്തിൽ നമുക്ക് ശനിയാണ് വരുന്നത്. 2ൽ ശനി നമ്മുടെ നിധിയാണ്, നമ്മുടെ വാക്കുകളാണ്. അപ്പോൾ വാക്കുകളൊക്കെ വളരെ സൂക്ഷിക്കാം. 2ൽ ഭൃത്യന്മാരുണ്ടാവുന്ന കുറേ 10-20 ആൾക്കാരെയൊക്കെ വെച്ച്, അല്ലെങ്കിൽ കുറച്ചധികം ആൾക്കാരെയൊക്കെ വെച്ച്, സ്റ്റാഫുകളൊക്കെ വെച്ച് പ്രവർത്തിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ സ്റ്റാഫുകളുടെ അടുത്തും നമ്മൾ വളരെ കെയർ ചെയ്ത് സംസാരിക്കുക. അത് ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് തന്നെ സംസാരിക്കണം. 2ലാണ് നിൽക്കുന്നത്. നമ്മുടെ വാക്കുകളെ കൊണ്ട് പല ആൾക്കാർക്കും ഹേർട്ടാവാനായിട്ടുള്ള ഒരിതുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റണം. ആ വ്യാഴത്തിനെ ഏറ്റവും നന്നായിട്ട് നമ്മുടെ കൂടെ നിർത്തണം. വ്യാഴമാണ് നമുക്ക്
ഇവിടെ ഏറ്റവും നല്ല ഗ്രഹമായിട്ട് നമ്മുടെ കൂടെ ഈ വർഷം നിൽക്കുന്നത്. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം, പറ്റത്തൊക്കെ വഴിപാട് ചെയ്യാം. ദേവീ ക്ഷേത്രത്തിൽ ഈ പറയില്ലേ ശത്രുസംഹാര പുഷ്പാഞ്ജലി, അതേപോലെ കൈവട്ടക കുരുതി നടത്തുക, അങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ ആ കുരുതി സമർപ്പണം, കൈവട്ടക എന്ന് പറഞ്ഞാൽ കുരുതി വെള്ളം ഇങ്ങനെ നിറയെടുത്ത് അങ്ങനെയുള്ള ഒരു കുരുതി നടത്തുക. ശത്രു സംഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുരിതത്തെ ഒഴിക്കുക എന്നുള്ളതുള്ളൂ കേട്ടോ, ഒരു ശത്രുവും ഇല്ല. അത് നമ്മുടെ ദുരിതത്തെ ഒഴിക്കുന്ന ഒരു പുഷ്പാഞ്ജലി, ശത്രുസംഹാര പുഷ്പാഞ്ജലി, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ചതയ നക്ഷത്രക്കാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലഗ്നത്തിൽ തന്നെ രാഹുവാണ്, 2-ൽ ശനിയാണ്, 7-ൽ കേതുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ വഴിപാടുകളൊക്കെ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. പക്ഷേ സർവ്വ ഈശ്വര കാരകത്വമുള്ള നമ്മുടെ വ്യാഴം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് ഈ ചതയ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ലൊരു സമയമായിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ പൂരോരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2 രാശിയിൽ പെടുന്നുണ്ട്. അപ്പോൾ കുംഭത്തിലും പെടുന്നുണ്ട്, മീനത്തിലും ആകുന്നുണ്ട്. അപ്പോൾ കുംഭൻ രാശിയിൽ പെടുന്നവർക്ക് ലഗ്നത്തിൽ തന്നെ ആ ജന്മത്തിൽ തന്നെ രാഹു വരികയും 5-ൽ വ്യാഴം വരികയും ചെയ്തു. ഇത്രയും നാൾ അവർക്ക് 4-ലായിരുന്നു, 5-ലേക്ക് വന്നു വ്യാഴം. രാഹു ആണെങ്കിൽ 2-ലായിരുന്നു, അത് നമ്മുടെ ജന്മത്തിലെത്തിയിരിക്കുന്ന ശനി, 7-ര ശനിയുടെ കാലഘട്ടത്തിൽ ജന്മത്തിലെ ശനി മാറി 2-ൽ ശനി വന്നു. അപ്പോൾ എപ്പോഴും ആ പൂരോരുട്ടാതി നക്ഷത്രക്കാർ 2-ാം ഭാവത്തിൽ ശനീശ്വരൻ നിൽക്കുമ്പോൾ നമ്മുടെ വാക്കുകളെ ശ്രദ്ധിക്കുക. നിധിനേക്കാൾ ഉപരി നമ്മുടെ വാക്കാണ്. ആ വാക്കുകളിലൂടെയാണ് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. അപ്പോൾ ധനപരമായ കൊടുക്കൽ വാങ്ങലൊക്കെ ഉണ്ടെങ്കിൽ അത് കിട്ടാനും സാധ്യതയുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രാഹു ഉണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ പെട്ടെന്ന് ഓടിപ്പോയാൽ അത് കിട്ടും. വ്യാഴം നമുക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം കൊടുക്കൽ വാങ്ങലൊക്കെ ഒന്ന് ശ്രദ്ധയോടുകൂടി ചെയ്യുക. വാക്കുകളാണ് ശ്രദ്ധിക്കേണ്ടത്. അവിടെ ചെന്ന് നമുക്ക് ദേഷ്യം വരാനായിട്ട് സാധ്യതയുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേതുവിൻ്റെ ദൃഷ്ടിയുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും. അപ്പം അതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് പൂരോരുട്ടാതി നക്ഷത്രക്കാർ വളരെ കെയർഫുള്ളായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വർഷം നല്ലതാണ്. പക്ഷെ ഇവിടെ മീനത്തിൽ നിൽക്കുന്നുണ്ടല്ലോ കുറച്ച് ഭാഗം. അപ്പോൾ ആ ഭാഗത്തുള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനത്തിലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ രാഹു 12-ലാണ്. രാഹു 12-ലാവുമ്പോൾ നമുക്ക് പുറത്തേക്ക് പോകാനൊക്കെ പറ്റും. വിദേശവാസം അല്ലെങ്കിൽ നമ്മുടെ ജന്മനാട്ടിൽ നിന്ന് മാറി താമസിപ്പിക്കുക, അതൊക്കെ രാഹു ചെയ്യുന്ന ഒരാളാണ്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലിയൊക്കെ കിട്ടും. ഇത്തിരി ബുദ്ധിമുട്ടൊക്കെയുള്ള ജോലി തന്നെയായിരിക്കും. പക്ഷെ ആദ്യ കുറച്ച് കാലങ്ങളിൽ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും പിന്നീട് ഒരു നല്ല ഭാവത്തിലേക്ക് മാറാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ 7-ലാണ്. 7-ൽ സൂര്യൻ്റെ ക്ഷേത്രത്തിലാണ് കേതു നിൽക്കുന്നത്. അപ്പോൾ സൂര്യനെ നന്നായിട്ട് ഭജിക്കുക, രാഹു കേതുക്കളുടെ നാമങ്ങൾ ചൊല്ലുക. പിന്നെ ഏതാ ദുർഗാദേവി ക്ഷേത്രത്തിൽ പോവാം. എന്നിട്ട് ആ ദുർഗയ്ക്ക് പറ്റുന്ന നാമങ്ങൾ ജപിക്കുക. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ദുർഗ ദുർഗ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വയ്ക്കുക. കണ്ടിട്ടില്ലേ? ഓം നമോ നാരായണ എന്നൊക്കെ എഴുതുന്ന പോലെ ദുർഗ 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 എന്ന്. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2-ൽ നിൽക്കുന്ന ശനിയിൽ നിന്നുണ്ടാകുന്ന ദോഷങ്ങളും ലഗ്നത്തിൽ നിന്ന് നിൽക്കുന്ന രാഹുവിൻ്റെ ദോഷങ്ങളൊക്കെ ഈ ദുർഗതികളെ മാറ്റുന്നതാണ് ഈ ദുർഗ എന്നുള്ള നാമം. അപ്പം അത് ഇങ്ങനെ ഒഴിവ് സമയങ്ങളിൽ, അത് വിചാരിച്ചിട്ട് ഉച്ച നേരത്തൊന്നല്ല, രാവിലെയൊക്കെ ഇത്തിരി നേരം ഒരു ബുക്ക് കറക്റ്റായിട്ട് അതിന് മാത്രം വെച്ച് അതൊക്കെ ജപിക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി നല്ലതായിട്ട് പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് വരും. കുംഭത്തിൽ നിൽക്കുന്നതായാലും മീനത്തിൽ നിൽക്കുന്ന 2 ഭാഗത്ത് നിൽക്കുന്ന നക്ഷത്രക്കാരും ഈ വർഷം ഏറ്റവും നല്ല ഒരു സമയം. കേതുവിനെ മാത്രമാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ രാഹു ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെ അധികം 1-2 പ്രാവശ്യം ആലോചിച്ച് തീരുമാനിക്കുക. വിദേശത്തേക്ക് പോകേണ്ട കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട. നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു തൊഴിൽ മേഖലയിൽ നിങ്ങൾ വന്നുപെട്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പോകാനായിട്ടും സാധിക്കുന്നതായിരിക്കും. ഇനി ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആ മീനത്തിലേക്കാണ് നമ്മുടെ ശനീശ്വരൻ വരുന്നത്. അപ്പോൾ അവർക്ക് 12-ൽ നിന്നിരുന്ന ശനീശ്വരനായിരുന്നു. അതായത് 7-ര ശനിയിൽ 12-ൽ നിന്നിരുന്ന ശനി ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് 29-ാം തീയതി അത് ലഗ്നത്തിലെത്താണ്. ജന്മശനി എന്ന് പറയില്ലേ, അങ്ങനെ വരികയാണ്. പക്ഷെ അവിടെ ജന്മത്തിൽ നിന്നിരുന്ന രാഹു 12-ൽ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാണ്. പക്ഷെ 4-ാം ഭാവത്തിലാണ് നമുക്ക് വ്യാഴം വരുന്നത്. ഇത്ര നാൾ ഉത്രട്ടാധികാരിക്ക് 3-ലായിരുന്നു വ്യാഴം, ഇപ്പം 4-ൽ വന്നു. ഇതൊക്കെ ഗോചരാവസ്ഥ മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഒരു വർഷത്തിൽ ഇപ്പം ഈ ഒരു 2025-ൽ 3 ഗ്രഹങ്ങൾ മാറുന്നത് കൊണ്ട് നമുക്ക് ഇത്രയധികം പറയേണ്ടി വരുന്നത്. അപ്പം ഇതൊക്കെ ഗോചരം, ഒരു ഗ്രഹം ഓരോ മാറ്റങ്ങൾ വരുന്നതാണ് ഗോചരം പറയുന്നത്.
ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ഗ്രഹനിലയില് നിങ്ങളുടെ ശനീശ്വരൻ ഇപ്പൊ തുലാത്തിലൊക്കെയാണ് നിൽക്കുകയെങ്കിൽ 7.5 ശനിയെ ഒന്നും ബാധിക്കില്ല നമ്മളെ. ആദ്യം കുറച്ച് കാലങ്ങളിൽ മാത്രം എന്നാണെങ്കിലും ശനി നമ്മളെ പഠിപ്പിച്ചാണ് കൊണ്ടുവരിക. നമുക്ക് ഓരോ കർമ്മത്തിലും നമ്മുടെ ജീവിത അനുഭവങ്ങൾ പഠിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു ഗ്രഹമാണ് ശനിയും രാഹുവും. അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ടതില്ല. 7.5 ശനിയായിരുന്നു, അതിൽ കുറേ പാഠങ്ങളൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ പഠിക്കും, നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ അച്ഛൻ സഹോദരങ്ങൾ എല്ലാവരും നമ്മളെ പഠിക്കും. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയിട്ടാണ് ശനി. ആ ശനി പിന്നെ അതേപോലെ രാഹു ആണെങ്കിലും പേടിക്കേണ്ട കാര്യങ്ങളല്ല, ആ ഗ്രഹങ്ങൾ പോകുന്ന വഴിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം മീനൻ രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രം നിൽക്കുമ്പോൾ ആ നക്ഷത്രക്കാർക്ക് ഇപ്പം 4 വന്നു, 7 കേതു വന്നു. അപ്പോൾ ഉത്രട്ടാധികാരിക്ക് 6 കേതു വരുന്നത്, 7 അപ്പോൾ 6 വരുന്നത് നല്ലതാണ്. 6-ാം ഭാവം കൊണ്ട് പാപഗ്രഹങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. പക്ഷെ രാഹു 12. അതുകൊണ്ടാണ് പറയുന്നത് പുറത്തേക്ക് പോവാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്ഥലത്ത് നിന്ന് വേറൊരു ജില്ലയിലേക്ക് ഒരു ജോലിക്ക് മാറി താമസിക്കാം. ഒരു പരിവർത്തനം നല്ലതാണ്. നമുക്ക് ഒരു മാറ്റം, അതായത് 7.5 ശനിയുടെ കാലഘട്ടത്തിലും നമുക്കൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വേറൊരു മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കും. അനുഭവങ്ങൾ നമ്മളെ ഓരോ പാഠങ്ങൾ പഠിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കാതെ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെയുള്ള പാഠങ്ങൾ നമ്മൾ പഠിക്കും. അതുപോലെ കർമ്മത്തെ വളരെയധികം ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4-ാം ഭാവമാണ്, വ്യാഴമുണ്ട്. കർമ്മം ഏത് കർമ്മമായിക്കോട്ടെ, ചെറിയൊരു കർമ്മമായിക്കോട്ടെ വലിയൊരു കർമ്മമായിക്കോട്ടെ, ഏത് ഭാവമാണെങ്കിലും ആ കറക്റ്റ് സമയത്തിന് ചെല്ലുക. എന്ന് വെച്ചാൽ ശനി നമ്മുടെ കൂടെയാണ്, അലസത നമ്മൾക്ക് ഉണ്ടാക്കും, എപ്പോഴും ഉറക്കം വരും, പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ വയ്യാന്നൊക്കെ പറഞ്ഞ് കിടക്കും. അപ്പം ഞരമ്പ് സംബന്ധമായ രോഗങ്ങളെയൊക്കെ ഉണ്ടാക്കും. ശനി കിടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ കിടക്കുകയുള്ളൂ, ഊർജം കൊടുക്കില്ല. പക്ഷേ ശനീശ്വരൻ നമുക്ക് ഊർജത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകണം. ജോലിക്ക് എന്നെന്നും പോയിക്കൊണ്ടിരുന്ന നോക്കിയാൽ നമുക്ക് ഇരട്ടിച്ചിരട്ടി ജോലി കിട്ടും. അതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇരട്ടിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശനി. തമിഴ്നാട്ടിലൊക്കെ ശനി വരിക എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഉത്സവം പോലെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ക്ഷേത്രങ്ങൾ പോവുകയാണെങ്കിൽ ക്ഷേത്രങ്ങൾ തന്നെ കുറേയധികം ക്ഷേത്രങ്ങൾ കാണാനിടയാവും. നമുക്ക് ജോലിയാണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല ജോലി, ഏറ്റവും കൂടുതൽ പൈസ, അങ്ങനെയുള്ള ആ സമ്പാദ്യ ഭാവത്തെയൊക്കെ പ്രോഷിപ്പിച്ച് കൊണ്ടുവരും. അപ്പം അതുകൊണ്ട് ഉത്രട്ടാതി നക്ഷത്രക്കാർ ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. കുട്ടികളാണെങ്കിലും അലസതയില്ലാതെ ജന്മത്തിൽ ശനി നിൽക്കുമ്പോൾ അലസതയില്ലാതെ പോവുക. രാഹു 12 അറിഞ്ഞുകൊണ്ട് രാഹുവിനും കേതുവിനും പട്ടും പൂജയൊക്കെ കൊടുത്ത് നമസ്കരിക്കുക. നവഗ്രഹ ക്ഷേത്രത്തിൽ പോവുക, നവഗ്രഹങ്ങളുടെ ആ സ്വസ്ത്രങ്ങൾ പാരായണം ചെയ്യുക. ശനിക്ക് ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് പിൻവിളക്ക് മുൻവിളക്ക് ധാര കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന അതൊക്കെ കൊടുക്കുക. ഇതൊക്കെ തന്നെയാണ് ഏറ്റവും നല്ലതായിട്ട് പോവുക. വിഷ്ണു ക്ഷേത്രത്തിൽ സർവ്വ ഈശ്വരകാരകത്വമായിട്ടുള്ള വിഷ്ണുവിനെ ഭജിക്കുക ഏറ്റവും നന്നായിട്ട്. ഇതാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ ഫലം. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് 12 ശനി മാറി ഇപ്പോൾ ലഗ്നത്തിലെത്തി. ആ ശനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7.5 ശനിയുടെ കാലഘട്ടമാണ്, ജന്മശനിയായി വന്നിരിക്കുകയാണ്. ആ ജന്മശനിയിൽ 12 ഇപ്പോൾ രാഹു വരിക. അതേപോലെ തന്നെ 6-ാം ഭാവത്തിലാണ് കേതു വരിക. 6-ലെ കേതു കുഴപ്പമൊന്നുമല്ല, നമുക്ക് എത്ര ശത്രുക്കളുണ്ടെങ്കിലും അതിനൊക്കെ ഹനിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ 12-ലെ രാഹു അത്ര നല്ലതല്ല. ഇപ്പം ഇവർ രണ്ടുപേരും ഒരേപോലെയുള്ള സ്വഭാവങ്ങളൊക്കെ എടുക്കും. പുറത്ത് ജോലി ചെയ്യുന്നവർക്കൊന്നും വലിയ പ്രതിസന്ധിയൊന്നുമില്ല. അവരവിടെ തന്നെ നിൽക്കണം. അവിടെ നിന്ന് വേഗം ഇങ്ങോട്ട് വീട്ടിലേക്ക് പോരണം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇതാണ് നല്ലത് എന്നൊന്നും ചിന്തിച്ച് നാട്ടിലേക്ക് വരാൻ ശ്രമിക്കേണ്ട. കുറച്ച് നാളും കൂടി അവിടെ തന്നെ നിന്നാൽ ആ ജീവിത അനുഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതം നന്നായിട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ 4-ാം ഭാവത്തിലേക്കാണ് വ്യാഴം വന്നത്. മനസ്സിലിപ്പം 3-ലായിരുന്നു, 3-ൽ ഇങ്ങനെ മുറവിളി കൂട്ടുകയാണ്, നമുക്ക് ഇങ്ങനെ അവിടെ നിന്നിട്ട് ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പോൾ രേവതി നക്ഷത്രക്കാർക്ക് 4-ലേക്ക് വ്യാഴം വരും. അപ്പോൾ നമ്മുടെ കുടുംബം, നമ്മുടെ ഭാര്യ, മകൻ, മകള് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആ കുടുംബത്തെ നമ്മൾ ചേർത്ത് പിടിക്കാനും നമ്മുടെ കൂടെ നിർത്താനും നമുക്ക് പറ്റും. ഇത്ര ദിവസം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമല്ല. ഇനി ആ ജന്മത്തിൽ ശനി വരുമ്പോൾ 12-ൽ നിൽക്കുന്ന ശനീശ്വരൻ നമ്മളെ പഠിപ്പിക്കും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാര്യ എങ്ങനെയാണ്, നമ്മുടെ സുഹൃത്തുക്കൾ ആരാണ്, നമുക്ക് എന്തെങ്കിലും ആപത്ത് വന്നപ്പോൾ ആരൊക്കെയാണ് വന്നത് എന്നൊക്കെ നമ്മൾ വിലയിരുത്തുന്നൊരു സമയമായിരുന്നു 12-ലെ ശനി. അപ്പം അതൊക്കെ മാറി അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ ജന്മത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ജന്മത്തിൽ ഇനി 2.5 വർഷക്കാലമുണ്ട്. ആ 2.5 വർഷവും നമ്മൾ അടുത്തൊരു പരീക്ഷണങ്ങളുടെ ഘട്ടത്തിലൂടെയാണ് പോകുന്നത്, നല്ലതിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കുക. ദേവീക്ഷേത്രത്തിൽ പോവാം. ദേവിക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 9-ാം ഭാവത്തിലാണ് നമുക്ക് ദേവി, അതായത് ചൊവ്വ നിൽക്കുന്നത്.
2-ലാണ് ചൊവ്വ. അപ്പം നമ്മുടെ ആ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്ത് ആർക്കും ഒരു പ്രശ്നങ്ങളൊന്നുമില്ലാതെ, ദേഷ്യം വരും നമുക്ക് അത് ആ നക്ഷത്രക്കാർക്ക്, രേവതി നക്ഷത്രക്കാർക്ക്. അപ്പോൾ ദേഷ്യം കോപമൊക്കെ ഒന്ന് കുറച്ച് ദേവീ ക്ഷേത്രത്തിൽ പോവുക, ദേവിക്ക് പറ്റത്തൊക്കെ വഴിപാട് ചെയ്യുക. സമയം കിട്ടുന്നവരാണെങ്കിൽ നമുക്ക് ദേവി മാഹാത്മ്യത്തിൻ്റെ 11-ാമത്തെ അധ്യായമുണ്ട്. അതിൽ ചില ശ്ലോകങ്ങൾ ജപിച്ചാലും മതി. 11-ാമത്തെ അധ്യായം വലിയൊരു അധ്യായമാണ്, പക്ഷെ അത് മുഴുവനായിട്ട് ജപിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അതിൽ പറ്റത്തൊക്കെ 1-2 അതുകളൊക്കെ ഉണ്ട്, അതുമാത്രം ജപിക്കുക. അതായത് അതിലുള്ള ചില സ്വസ്ത്രങ്ങളുണ്ട്, അതുമാത്രം പാരായണം ചെയ്യുക. അത് ഡെയിലി, അത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഒരു കാര്യമാണ് നമ്മൾ ജപിക്കുന്നതും എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ ദേവീനെ നന്നായിട്ട് ഭജിക്കുക. രേവതി നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലൊരു സമയമായിട്ട് നമുക്ക് വരും. പിന്നെ നിങ്ങളുടെ ദശയും അന്തർദശകളും മനസ്സിലാക്കിയാണായിരിക്കും ആ ജാതകത്തിൽ വേറെ മാറ്റങ്ങൾ വരുന്നത്. ഇതൊരു ഗോചരാവസ്ഥ മാത്രമാണ് നമ്മൾ പറയുന്നത്. 2025 നമ്മൾ 3 ഗ്രഹങ്ങൾ മാറുന്നത് കൊണ്ട് ഗോചരാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളാണ് ഞാൻ ഈ ഒരു വർഷഫലത്തിൽ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അത് രേവതി നക്ഷത്രക്കാർക്കാണ് എല്ലാ നക്ഷത്രക്കാർക്കും നല്ലൊരു ഫലം ഈ ഒരു വർഷം കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു.